നമസ്കാരം. വന്ന ആള് ഒരു വെള്ള പേപ്പർ ഡസ്റ്റിന്റെ മേശപ്പുറത്തേക്ക് ലേശം അധികാരഭാവത്തോടെയും അഹങ്കാരത്തോടെയും വലിച്ചെറിഞ്ഞിട്ടാണ് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. മിസ്റ്റർ ഡസ്റ്റിൻ റൈസ്, നിങ്ങളെ ബൗഡർ ഹോൺ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലെന്ന്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. നിങ്ങളെ ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അത് ഞാൻ അറിയിച്ചിരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ മൗണ്ട് ഹോഗിൽ നമുക്ക് കാണാം. മൗണ്ട് ഹോഗ് എന്നറിയപ്പെടുന്നത് സ്വിൻഡന്റെ അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു വലിയ മലയാണ്. ആ മലയുടെ മുകളിൽ ഒരു പരിശീലന കേന്ദ്രവും അതുപോലെ ഈ മത്സരം നടത്താനുള്ള ഒരു വെന്യൂ ഉണ്ട്. അവിടെ വെച്ചാകും മത്സരം എന്നാണ് ബൗഡർ ഹോണിനെ പ്രതിനിധീകരിച്ച് ഡസ്റ്റിന്റെ അടുത്തെത്തിയ ആ വ്യക്തി ഡസ്റ്റിനോട് പറഞ്ഞത്. ഡസ്റ്റിന് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുമ്പ് അയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. അയാൾ പുറത്തേക്ക് പോയതും മാക്സിമസ് കെയ്ൻ ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഡസ്റ്റിന്റെ മേശപ്പുറത്തുള്ള ആ പേപ്പർ എടുത്തു. ആ പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് ആരാണ് ഡസ്റ്റിനെ വെല്ലുവിളിച്ചിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫനാറ്റിക് ബ്ലേഡ് എന്നറിയപ്പെടുന്ന ടാറ്റം തണ്ടേഴ്സ് ആണ് ഡസ്റ്റിനെ ബൗഡർ ഹോണിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ പേര് വായിച്ച മാക്സിമസ് കെയ്ൻ ഒന്ന് കിടുങ്ങി. മാക്സിമസ് കെയ്ൻ ഇത്രയും നാളും ബൗഡർ ഹോണിലായിരുന്നു. ബൗഡർ ഹോണിലെ ലൂതർ വില്യംസിന്റെ ശിഷ്യനായിരുന്നു മാക്സിമസ് കെയ്ൻ. അതുകൊണ്ട് തന്നെ മാക്സിമസ് കെയ്നിന് ടാറ്റം തണ്ടേഴ്സിനെ അറിയാം. ഡസ്റ്റിൻ പ്രശ്നമാണല്ലോ. എന്താ മാക്സിമസ്? ഡസ്റ്റിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ടാറ്റം ഹണ്ടേഴ്സ് ആണ്. ടാറ്റം ഹണ്ടേഴ്സോ? ആരാ അയാൾ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഡസ്റ്റിൻ, അയാൾ ഇമോർട്ടൽസിന്റെ ഭാഗമാണ്. ഇമോർട്ടൽസ് ലിസ്റ്റിനെ കുറിച്ച് ഡസ്റ്റിന് അറിയാം. 100 ഇമോർട്ടൽസിന്റെ ഭാഗമായ അനവധി ആളുകളെ ഡസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാജയപ്പെടുത്തിയതാണ്. ഡസ്റ്റിൻ 100 ഇമോർട്ടൽസിന് മുകളിലുള്ള ഒരു സമിതിയുണ്ട്. ഡസ്റ്റിൻ അറിയുമോ എന്നറിയില്ല. ഹോളി ഇമോർട്ടൽസ് അതിനെ വിളിക്കുക. ആ ഹോളി ഇമോർട്ടൽസിലെ അതിശക്തരാണ് ഈ ടാറ്റം ഹണ്ടേഴ്സ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ് ആളുകളെ നേരിടുക. ശാരീരിക ബലവും സ്കിൽ സെറ്റുമാണ് അവരുടെ മികവ് തെളിയിക്കുന്നത്. സ്കിൽ സെറ്റ് ചിലപ്പോ ആയുധങ്ങളുമായി കണക്റ്റഡും ആവും. വാൾ ഉപയോഗിക്കുന്ന ആളുകൾ, തോക്ക് ഉപയോഗിക്കുന്ന ആളുകൾ, മറ്റ് ആയോധന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. ആയുധം പ്ലസ് അവരുടെ ശരീരത്തിന്റെ കരുത്ത്, അതാണ് സാധാരണ ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ അളക്കാനുള്ള ഉപാധി എന്ന് പറയുന്നത്. എന്നാൽ ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ കുറെ കൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിനകത്ത് മറ്റൊരു എനർജി ഉണ്ടായി വരും. അതിനെ നമ്മൾ വിളിക്കുക ഇന്റേണൽ എനർജി എന്നാണ്. ഉള്ളിലൊരു എനർജി. ശരീരത്തിന്റെ സാധാരണ ശക്തിക്ക് അപ്പുറത്ത് അവനവന്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ടാവും, ഒരു ഊർജം ഉണ്ടാവും. ആ ഊർജം മാർഷൽ ആർട്ടിസ്റ്റ് ആകുന്ന ആളുകൾക്ക് സാവധാനം വർദ്ധിച്ചു വരും. അതൊരു നിശ്ചിത ശക്തിയിലെത്തുമ്പോൾ അവരൊക്കെ അതിശക്തരായി മാറും. ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ഒരാൾ പഞ്ച് ചെയ്യുന്നതും ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് പഞ്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരീരത്തിന്റെ ശക്തി മാത്രം ഉപയോഗിച്ച് പഞ്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയെങ്കിലും പവർഫുൾ ആയിരിക്കും ഇന്റേണൽ എനർജിയും കൂടി ആ പഞ്ചിന്റെ ഭാഗമാകുമ്പോൾ. ഇതിനും മുകളിലാണ് ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇന്റേണൽ എനർജി മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുക, അവർക്ക് ചുറ്റുമുള്ള വായുവിനെയും ഇഷ്ടാനുസരണം ആയുധമാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ആ വായുവിനെ അതിശക്തമായ ഒരു ആയുധമാക്കി മാറ്റി എതിരാളുടെ പുറത്ത് ദേഹം കൊണ്ടോ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ടോ സ്പർശിക്കാതെ വായു കൊണ്ട് മാത്രം സ്പർശിച്ച് പരിക്കേൽപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റുകൾ അപൂർവമാണ്. 100 ഇമോർട്ടൽസിൽ അംഗമായിരിക്കുന്ന പലരും ഡിവിനിറ്റി നേടിയ ആളുകളാണ്. ഡസ്റ്റിൻ റൈസിന്റെ കയ്യാൽ കൊല്ലപ്പെട്ട ജോഷുവ അങ്ങനെ ഡിവിനിറ്റി നേടിയ ഒരു ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ ഡിവിനിറ്റി നേടുന്ന ആളുകൾ വർഷങ്ങളോളം പ്രവർത്തിക്കുമ്പോഴാണ് അവർ ഹോളി ഇമോർട്ടൽസ് ലിസ്റ്റിൽ പെടുക. അങ്ങനെ ഹോളി ഇമോർട്ടൽസ് ലിസ്റ്റിൽ 5 വർഷങ്ങൾക്ക് മുമ്പേ അംഗമായ വ്യക്തിയാണ് ടാറ്റം തണ്ടേഴ്സ്. ടാറ്റം തണ്ടേഴ്സിനെ കുറിച്ച് വിശദമായ ഒരു ഇൻഫർമേഷൻ തന്നെ മാക്സിമസ് കെയ്ൻ ഡസ്റ്റിന് കൊടുത്തു. എനിക്ക് ഡസ്റ്റിന് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇനി ഒന്നും ആലോചിക്കണ്ട, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക. സ്വിൻഡനിൽ നിന്ന് ദൂരേക്ക് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് മാക്സിമസ് ഡസ്റ്റിനെ ഉപദേശിക്കുന്നത്. അത് കേട്ടപ്പോ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. മാക്സിമസ്, അതൊന്നും വേണ്ട. ഡസ്റ്റിൻ, ഞാൻ വെറുതെ പറയുന്നതല്ല. അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. അതാണ് അയാളുടെ പ്രധാന ആയുധം. ആ വാള് ശരിക്കും ഭാരമുള്ള ഒന്നാണ്. ആ വാള് സാധാരണ ഒരു മനുഷ്യനെ എടുത്തു പൊക്കാൻ പറ്റില്ല. പക്ഷേ ടാറ്റം ആ വാള് ഒന്ന് വീശുമ്പോൾ ആ വാള് കടന്നു പോകുന്ന ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും കഷ്ണം കഷ്ണമായി മുറിയും. അതിനിപ്പോ ഇരുമ്പാണെങ്കിലും ഉരുക്കാണെങ്കിലും പാറയാണെങ്കിലും. മാക്സിമസ് കെയ്നിന് ടാറ്റം തണ്ടേഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അറിയാമെന്ന് അയാൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. മാക്സിമസ് കെയ്ൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഡസ്റ്റിനോട് പറഞ്ഞപ്പോ
ഡസ്റ്റൻ ഒന്ന് ചിരിച്ചു. ഏയ് മാക്സിമസ്, ഇതൊന്നും വലിയ കാര്യമല്ല. എന്തായാലും നമുക്ക് കാണാം, വരട്ടെ. മാക്സിമസ് കെയ്നും ഡസ്റ്റനും കൂടി ടാറ്റം തണ്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്ത് ഒരു വാഹനം വന്നു നിന്ന് ശബ്ദം കേട്ടു. വാഹനത്തിൽ നിന്ന് അകത്തേക്ക് വന്നത് ഡക്കോട്ട നിക്കോൾസനാണ്. ഡക്കോട്ട ആ പീസ് മെഡിക്കൽ സെന്ററിന് അകത്തേക്ക് കയറി ഉടൻ ഉറക്കെ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ എണീക്ക്. ഡസ്റ്റനും മാക്സിമസും ഡക്കോട്ടയെ ലേശ കൗതുകത്തോടെയും പലതരം അമ്പരപ്പടി നോക്കുമ്പോ ഡക്കോട്ട ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ എന്നോടൊപ്പം വാ. എന്തിന്? എന്റെ അമ്മയെ ചികിത്സിക്കാൻ. നിന്റെ അമ്മയെ ചികിത്സിക്കാനോ? നിന്റെ അമ്മയെ ചികിത്സിക്കാൻ ഞാൻ എന്തിനു വരണം? ഡസ്റ്റൻ, നന്ദികേട് കാണിക്കരുത്. ഞാൻ ലൂയിസ് ലാങ്ഫോർഡിനോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഡസ്റ്റനെ മിലിറ്ററിക്കാര് മോചിപ്പിച്ചത്. നീ ലൂയിസ് ലാങ്ഫോർഡിനോട് റെക്കമെൻഡ് ചെയ്തു? ആരെങ്കിലും ലൂയിസ് ലാങ്ഫോർഡ്? ഡസ്റ്റിൻ, ഈ അറിവില്ലായ്മ അത് നല്ലതല്ല കേട്ടോ. ലാങ്ഫോർഡ് സ്റ്റോണിയിൽ ഏറ്റവും അറിയപ്പെടുന്ന അരിസ്റ്റോക്രാറ്റിക് കുടുംബമാണ്, പ്രഭു കുടുംബമാണ്. അവിടത്തെ ലൂയിസ് ലാങ്ഫോർഡിനോട് ഡാലിയ നിക്കോൾസണും ഞാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയാൾ നിന്നെ മോചിപ്പിക്കാൻ ഇടപെട്ടത്. അതിന് നന്ദി നീ എന്തായാലും കാണിക്കണം. ഡക്കോട്ട, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ മോചിപ്പിക്കാനായി എന്തായാലും അയാൾ ഇടപെട്ടിട്ടില്ല. ലാങ്ഫോർഡ് ഡസ്റ്റിനെ മോചിപ്പിക്കാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഡസ്റ്റിൻ വീണ്ടും പറഞ്ഞതും ഡക്കോട്ടയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ഡസ്റ്റിൻ, ആരെങ്കിലും സഹായിച്ചാൽ ആ സഹായം മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാലും ഇത്ര അഹങ്കാരം നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ എന്തായാലും ഇപ്പൊ എന്നോടൊപ്പം വരണം. ഞാൻ പറഞ്ഞല്ലോ ഡക്കോട്ട, ഞാൻ വരില്ല. ഡസ്റ്റിൻ, എന്റെ അമ്മയെ ചികിത്സിക്കണം. ഞാൻ എന്തിനാ നിന്റെ അമ്മയെ ചികിത്സിക്കണം? ഡസ്റ്റിൻ, എന്റെ അമ്മയെ ചികിത്സിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു. അമ്മയുടെ ബോഡി ഇപ്പൊ സ്തംഭിച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ പറഞ്ഞതനുസരിച്ച് ജെയിൻ നിക്കോൾസിന്റെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം അവർക്ക് നന്നായിട്ട് തലവേദന വരുമെന്നാണ് ഡസ്റ്റിൻ പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം അവർ ഛർദ്ദിച്ചു തുടങ്ങി. മൂന്നാമത്തെ ദിവസം കഴുത്തിന് താഴോട്ട് അവർക്ക് അനക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, ഒരു സ്തംഭനാവസ്ഥ. നാലാമത്തെ ദിവസം അവർ മരിക്കും. ഈ ഒരു പ്രവചനമാണ് ഡസ്റ്റിൻ നടത്തിയിരുന്നത്. ഇപ്പോ മൂന്നാമത്തെ ദിവസമാണ്. അവരുടെ ബോഡി ഡസ്റ്റിൻ പറഞ്ഞതുപോലെ സ്തംഭിച്ചത് കണ്ടുകൊണ്ടാണ് ഡക്കോട്ട ഓടി വന്നത്. ഡക്കോട്ട പല ശൈലിയിൽ ഡസ്റ്റിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഡസ്റ്റിൻ അവളോടൊപ്പം പോവാൻ വിസമ്മതിച്ചു. ഡസ്റ്റിൻ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ നീ വഴിക്കുക. നീ മാപ്പ് പറയണം. മാപ്പ് പറയണോ? എന്റെ പട്ടി പറയും. എന്നാ പോയി നിന്റെ പട്ടി വിളിച്ചോണ്ടോ. ഡസ്റ്റിന്റെ മറുപടി കൂടെ വരികയാണ്. ഈ മറുപടി സ്വാഭാവികമായിട്ടും രണ്ടാം നിലയിൽ കിടക്കുന്ന നമ്മുടെ ഡ്രങ്കാർഡും കേൾക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ അടുക്കളയുടെ ഭാഗത്തേക്കുന്ന കാറ്റ്ലിനും കേൾക്കുന്നുണ്ട്. അതുപോലെ മാക്സിമസും. മൂന്ന് പേരും അറിയാതെ ചിരിച്ചു. അവർ ചിരിക്കുന്ന ശബ്ദം സ്വാഭാവികമായിട്ടും ഡക്കോട്ടയും കേട്ടു. ഡക്കോട്ടയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞല്ലോ നീ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, നീ മാപ്പ് രേഖാമൂലം എഴുതി തരികയും വേണം. ഞാൻ നിന്നോട് മാപ്പ് പറയാനോ? ഞാൻ ആരെന്ന് കരുതിയിട്ടാ നീ ഈ കാര്യങ്ങൾ പറയുന്നത്? ഡക്കോട്ട, എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ നീ മാപ്പ് പറയുകയും മാപ്പ് എഴുതി തരികയും ചെയ്യും. അല്ലെങ്കിൽ നിനക്ക് പോകാം. ഡസ്റ്റിൻ റൈസിന്റെ വാക്കുകൾക്ക് അവിശ്വസനീയമായ വ്യക്തതയുണ്ട്. ആ വ്യക്തത സ്വയം ബോധ്യപ്പെട്ട ഡക്കോട്ട അവസാനം ഡസ്റ്റിനോട് മാപ്പ് പറഞ്ഞു. ഡസ്റ്റിൻ മാപ്പ്. ഡസ്റ്റിൻ മാപ്പ്? അതൊരു മാപ്പ്? മര്യാദയ്ക്ക് മാപ്പ് പറയാം. ഡസ്റ്റിൻ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഡസ്റ്റിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡസ്റ്റിനോട് മാപ്പ് പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഡസ്റ്റിൻ, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. കൊള്ളാം. ഇനി മാപ്പൊന്ന് എഴുത്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും കാറ്റ്ലിൻ അപ്പോ തന്നെ ഒരു പേനയും പേപ്പറും ഡക്കോട്ടയുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഡക്കോട്ട ഒരു മാപ്പപേക്ഷ എഴുതി. ആ മാപ്പപേക്ഷ കയ്യിൽ വാങ്ങിച്ച ഡസ്റ്റിൻ അത് വായിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഡക്കോട്ടയോട് പറഞ്ഞു, ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. നിന്റെ മാപ്പപേക്ഷ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഴുത്താണ്. അത് മാത്രമല്ല, അതിനകത്ത് നിന്റെ ക്വാളിറ്റി കാണാനുമുണ്ട്. നിക്കോൾസൺ കുടുംബത്തിന്റെ ആ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും അവരുടെ ലാംഗ്വേജിനകത്തുണ്ട്. അതാണ് ഡസ്റ്റിൻ പറഞ്ഞത്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ സഹായിക്കാം. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഡപ്പിയുമായി വന്നു. ഒരു വെളുത്ത ഡപ്പിയാണ്, ഗ്ലാസ് ഡപ്പിയാണ്. അതിനകത്തുള്ള സാധനം ആ ഡപ്പിയിലൂടെ കാണാം. കുറച്ച് ടാബ്ലറ്റുകളാണ് അകത്ത് കിടക്കുന്നത്. ആ ടാബ്ലറ്റുകൾ ഉള്ള ഡപ്പി ഡസ്റ്റിൻ ഡക്കോട്ടയെ കാണിച്ചു. ഡക്കോട്ട, ഈ ടാബ്ലറ്റിൽ ഒരെണ്ണം നീ ചെന്ന ഉടൻ നിന്റെ അമ്മയ്ക്ക് കൊടുക്കണം. അതിന് അപ്പോ തന്നെ ഫലം ഉണ്ടാവും. അവർക്ക് എണീക്കാൻ പറ്റും. തുടർന്ന് ഈ ബോട്ടിലെ ടാബ്ലറ്റുകൾ തീരുന്നവരെ ദിവസവും ഓരോന്ന് വീതം കൊടുക്കുക. ഇത് 30 ദിവസത്തേക്കുള്ള ടാബ്ലറ്റാണ്. 30 ദിവസം ഈ ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ നിന്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായും മാറും. ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങള്
ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ? വന്ന് എന്റെ അമ്മയെ നോക്കുന്നില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി. ഡസ്റ്റിന് ഉറപ്പാണോ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഡക്കോട്ട ആ ടാബ്ലറ്റ് ഇറങ്ങിയ മരുന്ന് വാങ്ങാനായി കൈ നീട്ടി. കൈ നീട്ടുമ്പോ ഡസ്റ്റിൻ ഡക്കോട്ടയോട് പറഞ്ഞു, ഡക്കോട്ട, ഈ മരുന്നിന്റെ വിലയും കൂടെ തരണം. വില പറ. ഈ മരുന്നിന് $10 മില്യൺ വില. $10 മില്യൺ? അതെ, നിന്റെ അമ്മയുടെ ജീവന് അതിനേക്കാൾ വിലയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഡസ്റ്റിനെ കുറിക്കൊള്ളുന്ന ആ വാചകം കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ബാഗ് തുറന്ന് ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് ഡസ്റ്റിന്റെ പേരിൽ എഴുതി. $10 മില്യൺ ചെക്ക്. ആ ചെക്കും കൊടുത്തിട്ട് അവൾ ഡെപ്പിയുമായി അതിവേഗം പുറത്തേക്ക് ഇറങ്ങി. ഡക്കോട്ട ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ഒരു ഭയാനകമായ രംഗമാണ്. ജെയിൻ നിക്കോൾസന്റെ കഴുത്തിന് താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായും നിശ്ചലമാണ്. കൈയോ കാലോ അനങ്ങുന്നില്ല. പക്ഷെ കണ്ണുകൊണ്ട് ജെയിൻ ആളുകളെ കാണുന്നുണ്ട്. അവളുടെ കണ്ണ് ചലിക്കുന്നുണ്ട്. സംസാരിക്കാൻ ലേശ ബുദ്ധിമുട്ട് ജെയിൻ ഉണ്ടെങ്കിലും സംസാരിക്കാനും പറ്റും. കുറേശ്ശെ ശബ്ദം പുറത്തു വരുന്നുണ്ട്. ഡോക്ടേഴ്സ് പഠിച്ച പണി 18 നോക്കുകയാണ്. അവരവസാനം ആ ധാരണയിലെത്തി. പരമാവധി 24 മണിക്കൂർ കൂടിയേ ജെയിൻ നിക്കോൾസൺ ജീവിച്ചിരിക്കുള്ളൂ. അങ്ങനെ ഒരു ഡയലോഗ് അവർ ഫ്ലോറൻസിനോട് പറയുമ്പോഴാണ് ഡക്കോട്ട അകത്തേക്ക് വരുന്നത്. ഡക്കോട്ട അകത്തേക്ക് വരണ കണ്ടതും ഒരു ആശ്വാസം ഫ്ലോറൻസിനും അതുപോലെ ജെയിനും ഉണ്ടായി. അവൾ ഒരു മാന്ത്രിക ഡോക്ടറുമായി വരുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ അവൾ ഒറ്റയ്ക്ക് കയറി വരുന്ന കണ്ടപ്പോ ആ സന്തോഷം ഒരു അമ്പരപ്പായി മാറുകയും ചെയ്തു. ഡക്കോട്ട, ഡസ്റ്റിൻ വന്നില്ലേ? ഫ്ലോറൻസ് ചോദിച്ചതും ഡക്കോട്ട ഫ്ലോറൻസിനോട് പറഞ്ഞു, ഇല്ല, ഡസ്റ്റിൻ ഒരു മരുന്ന് തന്നു. മരുന്നോ? ഡക്കോട്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡെപ്പി ജെയിനെയും ഫ്ലോറൻസിനെയും കാണിച്ചു. ഇതാണ് മരുന്ന്. ഇതിൽ നിന്ന് ഒരു ഗുളിക അമ്മയ്ക്ക് കൊടുക്കാനാണ് ഡസ്റ്റിൻ പറഞ്ഞത്. ഈ മരുന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുന്നത്? ചോദിച്ചത് അവിടുത്തെ സീനിയർ ഡോക്ടറാണ്. സീനിയർ ഡോക്ടർ അത് ചോദിച്ചതും ഡക്കോട്ട അയാളോട് ചോദിച്ചു, നിങ്ങളെ സംസാരിക്കണ്ട, നിങ്ങളല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന്? എന്നിട്ടിപ്പോ സ്കാനിങ് റിപ്പോർട്ട് വന്നല്ലോ, എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ട്യൂമർ ഇല്ലെന്നല്ലേ? വായി തോന്നുന്ന വിളിച്ചു പറയുക, അതിന് ചികിത്സിക്കുക, എന്നിട്ട് അതല്ലാന്ന് പറയുക. അതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അമ്മയുടെ അസുഖം എന്താണെന്ന് അറിയാവോ? ഡക്കോട്ടയുടെ ചോദ്യത്തിന് അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സിന് ആർക്കും തന്നെ മറുപടിയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർ അവരുടെ കൈവശമുള്ള സകല മരുന്നുകളും സത്യത്തിൽ ജെയിന്റെ ശരീരത്തിൽ ഉപയോഗിച്ചതാണ്. പ്രയോഗിച്ചു നോക്കിയെന്ന് പറയുന്നതാണ് ശരി. ഒരു ഫലവും ഉണ്ടായില്ല. അവരുടെ കണ്ടീഷൻ ഓരോ മണിക്കൂർ കഴിയുന്തോറും പരിതാപകരമാവുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഈ സ്തംഭന അവസ്ഥയിലെത്തിയത്. മിസ് ഡക്കോട്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതും ഡക്കോട്ട ആ ഡപ്പി തുറന്ന് ഒരു ടാബ്ലറ്റ് പുറത്തെടുത്തു. ഒരു ചുവന്ന നിറത്തുള്ള ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് അവൾ ജെയിന്റെ വായിലേക്ക് വെച്ചു. അവളുടെ അമ്മയുടെ അവസ്ഥ അവൾ കണ്ടതാണ്. പരമാവധി 24 മണിക്കൂർ കൂടിയാണ് ഡോക്ടേഴ്സ് ജെയിന് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ അവളുടെ അമ്മ ഇല്ല. ആ കാര്യം നന്നായിട്ട് അറിയാവുന്ന ഡക്കോട്ട ഒരു പരീക്ഷണം നടത്തി നോക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ആ ടാബ്ലറ്റ് അവളുടെ അമ്മയുടെ വായിലേക്ക് വെച്ചത്. അത് മാത്രമല്ല, ഡസ്റ്റിനിൽ ആ സമയത്ത് അവൾക്കൊരു വിശ്വാസവും തോന്നിയിരുന്നു. ഡസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ അമ്മയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നത് അവൾ കണ്ടതാണ്. ജെയിന്റെ വായിലേക്ക് ആ ഗുളിക വെച്ചപ്പോൾ അത് പെട്ടെന്ന് അലിയുകയാണ്. ആ ഗുളിക അതിവേഗം അവരുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആ ഗുളികയുടെ അംശം വയറിലെത്തി തുടങ്ങിയോടുകൂടി ഒരു ഊർജം അവരുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന പോലെ ഒരു തോന്നൽ ജെയിന് ഉണ്ടാവുന്നുണ്ട്. ജെയിനിന്റെ ബോഡി കഴുത്തിന് താഴോട്ട് സ്തംഭിച്ച് നിൽക്കുന്ന കാര്യം ജെയിനും അറിയാം, ബാക്കി എല്ലാവർക്കും അറിയാം. അവർക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധമുള്ള ജെയിന് തന്റെ ശരീരത്തിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ വല്ലാതൊരു അത്ഭുതം ഉണ്ടാക്കുകയാണ്. ജെയിന്റെ മുഖത്ത് ഭാവങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഡക്കോട്ടയും ഫ്ലോറൻസും ആ ഡോക്ടേഴ്സും ഒക്കെ കാണുന്നുണ്ട്. അത്ഭുതത്തോടെ ആ ടീം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ജെയിൻ അവരുടെ വലത് കൈ ഒന്ന് പോക്കി. ശരിക്കും അവർക്ക് കൈ അനക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ശരീരത്തിനകത്തുകൂടി ഒരു ഇലക്ട്രിക് കറണ്ട് പാഞ്ഞു പോയതുപോലെയാണ് ആ ഗുളിക കഴിച്ചപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും അവരുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ബ്ലോക്കുകൾ ഒറ്റയടിക്ക് മാറിയിരിക്കുകയാണ്. രക്ത ഓട്ടം നിലച്ചതായിരുന്നു പ്രശ്നം. ആ രക്ത ഓട്ടം നിലയ്ക്കാൻ ഇടയാക്കിയ ബ്ലോക്കുകളൊക്കെ ഒറ്റയടിക്ക് ആ ഗുളിക മാറ്റിയിരിക്കുകയാണ്. ഒരു ദൈവികമായ മരുന്നാണ് അവർ കഴിച്ചതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏകദേശം 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരിക്കും അവർക്ക് കാലനക്കാൻ പറ്റുന്നുണ്ട്, 2 കാലും അനക്കാൻ പറ്റുന്നുണ്ട്, 2 കൈയും അനക്കാൻ പറ്റുന്നുണ്ട്, ബോഡി അനങ്ങുന്നുണ്ട്. അവർ പതുക്കെ എണീക്കുകയാണ്. അമ്മ, അമ്പരപ്പുഴ ഡക്കോട്ട അങ്ങനെ വിളിക്കുമ്പോ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഡോക്ടേഴ്സ് കണ്ണും തള്ളി ഡക്കോട്ടയും ജെയിനെയും മാറി മാറി നോക്കുകയാണ്. അവർക്കോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പഠിച്ച ശാസ്ത്രം അനുസരിച്ച് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഈ രംഗം ഇങ്ങനെ നടക്കുമ്പോൾ പീസ് മെഡിക്കൽ സെന്ററിൽ
ഡസൻ റൈസിന് ഒരു കോള് വന്നു. വിളിക്കുന്നത് ഡാലിയ നിക്കോൾസൺ ആണ്. എന്താ ഡാലിയ, ഡസൻ ഇന്ന് ഒരു ഡേറ്റ് ആയാലോ? ഡാലിയ നിക്കോൾസന്റെ ഡയറക്റ്റ് ആയുള്ള ചോദ്യം കേട്ട് ഡസ്റ്റിൻ ശരിക്കും ഒന്ന് അമ്പരന്ന് പോവുകയാണ്. ഒരു കുളിര് ഡസ്റ്റിന്റെ കാൽവിരൽ മുതൽ ശരീരത്തിലെമ്പാടും ഇങ്ങനെ വ്യാപിച്ചു. ഡസ്റ്റിൻ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡാലിയ നിക്കോൾസനെ വിവാഹം കഴിക്കുമ്പോൾ ഡാലിയുടെ കുടുംബം അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല. ഡസ്റ്റിനും ഡാലിയും കൂടി ആ ഫാമിലിയുടെ ബിസിനസ് ബിൽഡ് ചെയ്തെടുത്തപ്പോൾ ഡാലിയുടെ പൂർണ്ണ ശ്രദ്ധ അവളുടെ കമ്പനിയിലായിരുന്നു. ശരിക്കും നന്നായി അധ്വാനിക്കുന്ന മെനക്കെടുന്ന ഡാലിയ നിക്കോൾസൺ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് ഡസ്റ്റിനും ഡാലിയും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചു പോകുന്നത് വളരെ വളരെ അപൂർവമായ ഒരു സംഭവമായിരുന്നു. വീട്, ഓഫീസ് എന്നല്ലാതെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ. ഒരു ഡേറ്റ് എന്നും പറയുന്ന സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇതാ ഡാലിയ നിക്കോൾസൺ തന്നെ ഇങ്ങോട്ട് വിളിച്ച് ഡസ്റ്റിനോട് ഡേറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിൽവ്യൂ റെസ്റ്റോറന്റിൽ രാത്രി 8 മണിക്ക് കാണാം. ഹിൽവ്യൂ റെസ്റ്റോറന്റ് സ്വിൻഡനിലെ ഏറ്റവും അറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ആണ്. ഇപ്പോ അത് ഡസ്റ്റിന്റെ പേരിലാണെങ്കിലും അതുപോലുള്ള ഒരു റെസ്റ്റോറന്റിൽ ഒരു ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഡാലിയ നിക്കോൾസനോ ഡസ്റ്റിനോ ഒന്ന് സങ്കല്പിക്കാനാവുന്ന കാര്യങ്ങളായിരുന്നില്ല. ഡാലിയക്കും അതറിയാം, ഡസ്റ്റിനും അതറിയാം. ഇപ്പൊ ഇതാ ആ റെസ്റ്റോറന്റിൽ രാത്രി 8 മണിക്ക് ഒരു ഡേറ്റ് ഡാലിയ നിക്കോൾസനും ഡസ്റ്റിനും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ആ തീരുമാനം ഡാലിയ നിക്കോൾസനെ ഇങ്ങോട്ട് പറഞ്ഞതും ഡസ്റ്റിൻ വെന്യൂ തീരുമാനിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടുകൂടിയാണ് ഫോൺ വെച്ചത്. ഡസ്റ്റിൻ ശരിക്കും സന്തോഷത്തിലാണ്. ഡസ്റ്റിൻ ഇന്ന് രാത്രി 8 മണിക്ക് ഡേറ്റ് ചെയ്യുന്നത് സ്വിൻഡനിലെ നമ്പർ 1 സുന്ദരിയുമായി ഒന്നിച്ചാണ്. ഡസ്റ്റിന്റെ ഭാര്യയായിരുന്ന ആളാണ് ഡാലിയ നിക്കോൾസൺ എങ്കിലും സ്വിൻഡനിലെ നമ്പർ 1 സുന്ദരി ആരും ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഡാലിയ നിക്കോൾസൺ ആണ്. ഡാലിയ നിക്കോൾസണൊപ്പം പിടിച്ചു നിൽക്കുന്നത് നടാഷ ഹാർമൺ ആണ്. നടാഷ ഹാർമണും ഡാലിയും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. ക്യൂട്ടാണ് ഡാലിയുടെ പ്രത്യേകത എങ്കിൽ നടാഷയുടെ പ്രത്യേകത അഴക അളവുകളാണ്. ഒരു പെർഫെക്റ്റ് ബോഡിയാണ് നടാഷയുടേത്. അതുകൊണ്ട് തന്നെ നടാഷ ഡാലിയെ കളിയാക്കി പറയുന്നത് പരന്ന മാറിടമുള്ള പെണ്ണെന്നാണ്. സാധാരണഗതിയിലുള്ള അഴക അളവുകൾ ഡാലിക്ക് ഇല്ല എന്നാണ് നടാഷ ആ പറയുന്നതിന്റെ അർത്ഥം. നമ്പർ 1 നമ്പർ 2 ഡാലിയും നടാഷയാണെന്ന് പറയാം. എന്തായാലും നമ്പർ 1 ഡാലിയ നിക്കോൾസൺ ഇന്നിതാ രാത്രി 8 മണിക്ക് ഡസ്റ്റിനുമായി ഒരു ഡേറ്റിന് തയ്യാറാവുകയാണ്. അതിൻ്റെതായ ഒരു സന്തോഷം ഡസ്റ്റിന്റെ എല്ലാ പ്രവൃത്തികളിലുമുണ്ട്. ഡസ്റ്റിൻ പീസ് മെഡിക്കൽ സെന്ററിലെ മരുന്ന് നിർമ്മാണ യൂണിറ്റിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിനെ സഹായിക്കുന്ന കാറ്റ്ലിനും അത് ശ്രദ്ധിച്ചു. ഡസ്റ്റിൻ പീസ് മെഡിക്കൽ സെന്ററിൽ പ്രധാനമായും ചെയ്യുന്നത് പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കലാണ്. അയാൾ അടിസ്ഥാനപരമായി ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ഒരു ആൽക്കമിസ്റ്റ് ആണ്. മരുന്ന് നിർമ്മാണത്തിൽ അയാൾ ഒരു വിദഗ്ധനാണ്. ഡസ്റ്റിന്റെ ആ ബിൽഡിങ്ങിൽ കഥ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വൈകുന്നേരം 6 മണിയായപ്പോ ഡാലിയ നിക്കോൾസൺ ഓടി അവളുടെ വീട്ടിലേക്ക് വന്നു. അവൾ ഓഫീസിൽ നിന്ന് അവളുടെ വീട്ടിനടുത്ത് കാർ കൊണ്ട് നിർത്തിയിട്ട് അതിവേഗം ഓടി അകത്തേക്ക് വരികയായിരുന്നു. അമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി വന്നത്. ഡാലിയയുടെ ശബ്ദം കേട്ട് ഫ്ലോറൻസ് പുറത്തു വന്നതും ഡാലിയ ഫ്ലോറൻസിനോട് പറഞ്ഞു, അമ്മ ജെയിംസിനെ പോലീസ് പിടിച്ചു. ജെയിംസിനെ പോലീസ് പിടിച്ചതോ? എന്തിനാ? അമ്മ ജെയിംസ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ആരെ ഇടിച്ചു കൊന്നു എന്ന കേസ്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ ജെയിംസ് ഇടിച്ചു കൊന്നു എന്നുള്ള വാർത്ത കേട്ട ഫ്ലോറൻസ് അറിയാതെ അടുത്ത് കേട്ട കസേര പിടിച്ചു പോവുകയാണ്. ശരിക്കും അവരങ്ങ് വിറച്ചുപോയി. ഒരു കൊലപാതക കുറ്റം ജെയിംസിൽ ആരോപിക്കപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അടുത്ത നിമിഷത്തിൽ ഫ്ലോറൻസും ഡാലിയും ജെയിംസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവർ ചെല്ലുമ്പോൾ ജെയിംസ് പോലീസ് സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഡാലിയ നിക്കോൾസിനെയും ഫ്ലോറൻസിനെയും കണ്ടപ്പോൾ ജെയിംസിന് ആശ്വാസമായി. ചേച്ചി അങ്ങനെ വിളിച്ചുകൊണ്ട് ജെയിംസ് ആ ബെഞ്ചിൽ നിന്ന് എണീക്കുമ്പോഴേക്കും ഡാലിയ അവന്റെ അടുത്തെത്തിയിരുന്നു. അടുത്തെത്തിയ ഡാലിയ കൈ നിവർത്തി ഒരു അറ്റയാടി. ഇടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മദ്യപിച്ച് വാഹനം ഓടിക്കരുന്നു? ചേച്ചി പറ്റിപ്പോയി. ചേച്ചി പറ്റിപ്പോയിന്നോ? എന്താ സംഭവിച്ചത്? ചേച്ചി സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാന് കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മദ്യപിച്ച് എന്റെ ബോധം പോയി. ബോധം വരുമ്പോ ഞാൻ എന്റെ വണ്ടിയിൽ ഇരിക്കുകയാണ്. ആ വണ്ടിയുടെ ഡ്രൈവിംഗ് വീല് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നോട് അവിടെ കൂടുന്ന ആളുകളെ പറഞ്ഞത് എന്റെ വണ്ടി ആരും ഇടിച്ചെന്ന്. സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. ഞാൻ വണ്ടി എടുത്തായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. ജെയിംസ് അവന് ഓർമ്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ജെയിംസ് പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളമുണ്ടാവുമെന്ന് ഡാലിയയ്ക്കും ഫ്ലോറൻസിനും അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമല്ല. ജെയിംസിനെ ആ കേസിൽ നിന്ന് ഊരിയില്ലെങ്കിൽ മിനിമം 20 കൊല്ലമെങ്കിലും ജെയിംസ് അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു ചിന്ത ഫ്ലോറൻസ് വന്നതും ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, നമുക്ക് ഇവനെ എങ്ങനെ രക്ഷിക്കണം? ഞാൻ ആ ജെയിനൊന്ന് വിളിച്ചു നോക്കാം. ജെയിൻ നിക്കോൾസൺ രാവിലെ ആ ഗുളിക കഴിച്ചോടുകൂടി ഒന്ന് ഭേദമായിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് അവര് ഉച്ചയോടുകൂടി ഡിസ്ചാർജ് ആവുകയും ചെയ്തിരിക്കുകയാണ്.
അവർ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നിയതും ഫ്ലോറൻസ് നേരെ ജെയിൻ നിക്കോൾസനെ വിളിച്ചു. കണക്ഷൻ കിട്ടിയതും ജെയിനോട് ഫ്ലോറൻസ് കാര്യങ്ങൾ പറഞ്ഞു. കാര്യം കേട്ട ഉടൻ ജെയിൻ ഫ്ലോറൻസിനോട് പറഞ്ഞു, ഫ്ലോറൻസ്, ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് മിസ്റ്റർ ലാങ്ഫോർഡിനാണ്. പക്ഷെ മിസ്റ്റർ ലാങ്ഫോർഡിനെ ഡാലി പിണക്കിയിരിക്കുകയാണ്. മിസ്റ്റർ ലാങ്ഫോർഡിനെ ഡിന്നറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അയാളെ ആ റെസ്റ്റോറന്റിലാക്കിയിട്ട് ഡാലിയെ കടന്നു കളഞ്ഞത് അയാൾക്ക് തീരെ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. തലേ ദിവസം ലൂയിസ് ലാങ്ഫോർഡും ഡാലിയ നിക്കോൾസനും കൂടി റെസ്റ്റോറന്റിൽ ഡിന്നറിന് വരുമ്പോഴാണ് ഡസ്റ്റിനെയും അതുപോലെ ആദസ് ഫാനറെയും കാണുന്നത്. അവിടെ വെച്ച് ഡസ്റ്റിനുമായി ഉണ്ടായ സംഭാഷണത്തിന്റെ അവസാനത്തിൽ ഡാലിയ ലൂയിസ് ലാങ്ഫോർഡിനെ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി ഡസ്റ്റിനോട് സംസാരിക്കുമ്പോഴാണ് വാഹന ആക്സിഡന്റ് ഉണ്ടാകുന്നതും ഡസ്റ്റിൻ ഡാലിയെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഡാലിയയ്ക്ക് വേണ്ടി റെസ്റ്റോറന്റിൽ ലാങ്ഫോർഡ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ സംഭവമാണ് ജെയിൻ ഇപ്പോ ഫ്ലോറൻസിനോട് പറഞ്ഞത്. മിസ് ജെയിൻ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറൻസ്, ഡാലിയ വിചാരിച്ച കാര്യം നടക്കും. ഡാലിയ വിചാരിച്ച കാര്യം നടക്കൂ. അതെ, ഡാലിയ ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ ലാങ്ഫോർഡ് ഈ പ്രശ്നത്തിൽ ഇടപെടും. അയാൾ ഉറപ്പായും ജെയിംസിനെ രക്ഷിക്കും. ജെയിംസിനെ ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ജെയിംസ് കുറഞ്ഞത് 20 കൊല്ലം അകത്ത് കിടക്കും. ആ കാര്യം ജെയിനും കൂടി ഉറപ്പിച്ചു പറഞ്ഞതും ഫ്ലോറൻസ് ഫോൺ കട്ട് ചെയ്ത് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ വിചാരിച്ചാലേ ജെയിംസിനെ ഇറക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? ഡാലിയ, നീ മിസ്റ്റർ ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കണം. അമ്മ എന്തായി പറയുന്നത്? ഞാൻ ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കണമെന്നോ? എന്തിന്? ഡാലിയ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ലൂയിസ് ലാങ്ഫോർഡ് ശരിക്കും മിടുക്കനല്ലേ? സമ്പത്തില്ലേ? സുന്ദരനല്ലേ? അധികാരമില്ലേ? ലാങ്ഫോർഡ് കുടുംബത്തിന്റെ ഭാഗമല്ലേ? ലാങ്ഫോർഡ് കുടുംബം രാജ്യ തലസ്ഥാനമായ സ്റ്റോണിയിൽ ആരാ അറിയാത്തത്? നീ ആ ലാങ്ഫോർഡിനെ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ മിസ്റ്റർ ലാങ്ഫോർഡ് ജെയിംസിനെ മോചിപ്പിക്കാൻ ഇടപെടാന്നാ പറഞ്ഞത്. ഫ്ലോറൻസ് അത് പറഞ്ഞതും ജെയിംസും ഡാലിയോട് പറഞ്ഞു, ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്, എന്നെ എങ്ങനെ രക്ഷിക്കും ചേച്ചി? എനിക്ക് ജയിലിൽ പോകാൻ വയ്യ ചേച്ചി. അവളുടെ ഒരേ ഒരു അനുജനാണ് ജെയിംസ്. ആ ജെയിംസ് ജയിലിലാകാൻ പോകുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ജെയിംസിനെ രക്ഷിക്കാൻ ഇപ്പൊ കഴിയുക ലാങ്ഫോർഡിന് മാത്രമാണ്. ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കാനായി ഡാലിയ സമ്മതം കൊടുത്താൽ ലാങ്ഫോർഡ് ഉറപ്പായും വിഷയത്തിൽ ഇടപെടും. അങ്ങനെ വന്നാൽ ജെയിംസ് രക്ഷപ്പെടും. ഫ്ലോറൻസും ജെയിംസും അങ്ങനെ പറഞ്ഞതും ഡാലിയ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കുറിച്ച് ഒരു വിചാരമില്ല അല്ലെ? എന്റെ ജീവിതം എന്തുമായിക്കോട്ടെ എന്നാണോ? എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല. ഡാലിയ പ്ലീസ്, ജെയിംസിനെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫ്ലോറൻസ് താഴേക്ക് കുനിഞ്ഞ് ഡാലിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു നിമിഷമാണ്. ഡാലിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. അവളുടെ സ്വന്തം അമ്മ ഇതാ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഡാലിയ പ്ലീസ് സമ്മതിക്കൂ, സമ്മതിക്കാതെ ഞാൻ എണീക്കില്ല. സ്വന്തം അമ്മ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങിയോടുകൂടി ഡാലിയ പെട്ടെന്ന് നിശബ്ദയായി. അവൾക്ക് വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെടുകയാണ്. അവൾക്കൊരിക്കലും ലൂയിസ് ലാങ്ഫോർഡിനോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. ആ ലൂയിസ് ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിച്ചാൽ മാത്രമേ ജെയിംസിനെ പോലീസിന്റെ ആ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റൂ. അതാണ് അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ ഡാലിയ നിക്കോൾസൺ അല്പനേരം വിഷമിച്ചു നിന്നതും ജെയിംസും അവളുടെ കാലിൽ പിടിച്ചു. ഒരു കാലിൽ ഇപ്പൊ ഫ്ലോറൻസും മറുകാലിൽ ജെയിംസും പിടിച്ചിരിക്കുകയാണ്. അമ്മയും അനുജനും കാലിൽ പിടിച്ച് കരഞ്ഞു തുടങ്ങിയോടുകൂടി ഡാലിയ അവസാനം ഗത്യന്തരമില്ലാതെ ഫ്ലോറൻസോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ഒരു ബാറിൽ ലൂയിസ് ലാങ്ഫോർഡിന് ഒരു ഫോൺ വന്നു. ഫോണിൽ പറഞ്ഞ കാര്യം കേട്ടതും ലൂയിസ് ലാങ്ഫോർഡ് ഉറക്കെ ചിരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്താ ലൂയിസ്? അയാളുടെ ചുറ്റും ഇരിക്കുന്ന സുഹൃത്തുക്കൾ ഒരാളാണ് ചോദിച്ചത്. ഡാലിയ വിവാഹത്തിന് സമ്മതിച്ചു. ഡാലിയ നിക്കോൾസനെ വിവാഹം കഴിക്കാനായിട്ട് ആ സ്വിൻഡനിൽ തങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലൂയിസ് ലാങ്ഫോർഡ്. സ്റ്റോണിയിൽ നിന്ന് ഗ്ലൻസ്റ്റഡിലെത്തിയ ലൂയിസ് ലാങ്ഫോർഡ് അവിടെ നിന്ന് സ്വിൻഡനിലേക്ക് വന്നത് ഡാലിയ നിക്കോൾസനെ കാണാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഇതാ ഡാലിയ അയാള് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ശരിക്കും സന്തോഷത്തിലാണ് ലൂയിസ് ലാങ്ഫോർഡ് ആ കാര്യം പറഞ്ഞത്. അത് കേട്ടതും അയാളുടെ അടുത്തിരുന്ന പെൺകുട്ടി അയാളോട് ചോദിച്ചു, ലൂയിസ്, നിങ്ങൾ സാധാരണ ഇങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഏത് സുന്ദരിയും വളച്ചെടുക്കില്ലേ പതിവ്? അവരോടൊപ്പം കഴിയാൻ വേണ്ടി കല്യാണം കഴിക്കാൻ പോവുകയാണോ? നിഷ, അതല്ല സംഭവം. നിങ്ങൾ ആരെയും പോലെ അല്ല ഡാലിയ. ഡാലിയ നിക്കോൾസൺ കുടുംബത്തിലതാണ്. ഞാൻ എന്റെ കുടുംബത്തിന്റെ തലപ്പത്ത് വരണമെങ്കിൽ എനിക്ക് കൂടുതൽ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് എനിക്ക് ലഭിക്കാൻ നിക്കോൾസൺ കുടുംബം വേണം. നിക്കോൾസൺ കുടുംബം എന്റെ കയ്യിൽ വരണമെങ്കിൽ ഞാൻ ഡാലിയെ വിവാഹം കഴിക്കണം. ഡാലിയ നിക്കോൾസനെ വിവാഹം കഴിച്ചാൽ നിക്കോൾസൺ കുടുംബം അയാളുടെ കയ്യിലാകും. നിക്കോൾസൺ കുടുംബം അയാളുടെ കയ്യിലായാൽ
ഉറപ്പായിട്ടും അയാൾ ലാങ്ഫോർഡ് കുടുംബത്തിന്റെ തലപ്പത്ത് വരും. വളരെ പ്ലാൻഡ് ആണ് ലൂയിസ് ലാങ്ഫോർഡ്. ആ കാര്യം അയാൾ അയാളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോ ആ സുഹൃത്തുക്കളൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഏയ് ലൂയിസ്, നിങ്ങൾ ആ ജെയിംസിനെ പെടുത്തിയത് ഒരു അസാധ്യ പരിപാടി തന്നെ. കുടിച്ച് ഫിറ്റായ ജെയിംസിനെ ആ കൊലക്കേസിൽ പ്രതിയാക്കി മാറ്റിയത് ലൂയിസ് ലാങ്ഫോർഡിന്റെ ഒരു കളിയാണ്. യഥാർത്ഥത്തിൽ ജെയിംസ് ആ വാഹനം ഓടിച്ചിട്ടേയില്ല. ഒരു കൊലക്കേസിൽ ജെയിംസിനെ പെടുത്തി ഡാലിയെ വിവാഹത്തിന് നിർബന്ധിപ്പിച്ചതാണ്. അത് കേട്ടത് ലൂയിസ് ലാങ്ഫോർഡ് ശരിക്കും പൊട്ടിച്ചിരിക്കുകയാണ്. അയാൾ ആകെ സന്തോഷത്തിലാണ്. വൈകുന്നേരം 8 മണി, ഹിൽ വ്യൂ റെസ്റ്റോറന്റ്. അവിടെ ഒരു VIP മുറി. VIP മുറിയിൽ സാക്ഷാൽ ഡസ്റ്റൻ റൈസ് ഉണ്ട്. ഡസ്റ്റൻ റൈസിന്റെ അടുത്ത് തന്നെ മാനേജറും ഉണ്ട്. മാനേജർ ഡസ്റ്റനോട് ചോദിച്ചു, സാർ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? സാർ, ഇന്ന് ഞാൻ പ്രത്യേക മ്യൂസീഷ്യൻസിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡാലിയ നിക്കോൾസനും ഡസ്റ്റൻ റൈസും ആ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായി പാടാനായി വളരെ പേര് കേട്ട സംഗീതജ്ഞരെ അന്ന് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ സംഗീതജ്ഞരുടെ പേരുകൾ മാനേജർ ഡസ്റ്റനോട് പറഞ്ഞതും ഡസ്റ്റൻ ഒന്ന് ചിരിച്ചു. ഡസ്റ്റൻ ചിരിക്കുന്ന കണ്ടതും മാനേജർ ഡസ്റ്റനോട് പറഞ്ഞു, സാർ അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഏയ് അത് ഇരുന്നോട്ടെ സാർ. ഇതൊക്കെ മാനേജർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഡസ്റ്റൻ റൈസ് നോക്കുമ്പോൾ മനോഹരമായി പൂക്കൾ കൊണ്ട് ആ ചുറ്റും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഫ്ലവർ വേസുകൾ, അതിനേക്കാളേറെ മനോഹരമായ പൂക്കൾ, അത് ഒരു പ്രത്യേക ശൈലിയിൽ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ആ മുറിക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നുകയാണ്. ശരിക്കും ഊഷ്മളമായ ഒരു ഊർജം ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി. സാർ, സമയം 8 സാറിന്റെ മിസ്സസിനെ കണ്ടില്ല. അങ്ങനെ മാനേജർ പറഞ്ഞതും ഡസ്റ്റൻ വാച്ചിലേക്ക് നോക്കി. ശരിയാണ്, 8 കഴിഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാന് ഡാലിയ ഒന്ന് വിളിച്ചു നോക്കാം. ഡസ്റ്റൻ ഫോൺ എടുത്ത് ഡാലിയ നിക്കോൾസനെ വിളിച്ചു. ഫോൺ അപ്പൊ തന്നെ കണക്ട് ആയതും ഡസ്റ്റൻ ഡാലിയോട് ചോദിച്ചു, ഏയ് ഡാലിയ, സമയം 8 എന്തേ കണ്ടില്ല? ഡസ്റ്റൻ, സോറി, എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ഡാലിയ പറഞ്ഞതും ഒരു ശബ്ദം ഡസ്റ്റൻ കേട്ടു. ഏയ് ഡാലിയ, നീ ആണോ സംസാരിക്കുന്നത്? ആ വൈനെടുത്ത് കുടിക്കേ. അങ്ങനെ ആ ശബ്ദം കേട്ടതും ഫോൺ കട്ടാവുകയാണ്. ഫോൺ കട്ടായതും അല്പനേരം ഡസ്റ്റൻ നിശബ്ദനായി നിന്നു. അതിനുശേഷം ഡസ്റ്റൻ തിരിഞ്ഞ് മാനേജറോട് പറഞ്ഞു, ഇന്നത്തെ പരിപാടി നമുക്ക് മറ്റു ദിവസത്തേക്ക് മാറ്റിവെക്കാം. തൽക്കാലം ഇന്ന് ഈ പ്രോഗ്രാം വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റൻ പുറത്തേക്ക് നടന്നു. ഡസ്റ്റൻ ആ ഹിൽവ്യൂ റെസ്റ്റോറന്റിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങി കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഡസ്റ്റന് ഡാലിയ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ കേട്ട ആ ശബ്ദം താൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുകയാണ്. എവിടെയോ കേട്ട ശബ്ദമാണല്ലോ. അങ്ങനെ ഡസ്റ്റന് തോന്നിയതും ഡസ്റ്റൻ ഫോൺ എടുത്ത് ആദം സ്പാനറെ വിളിച്ചു. ആദം, ഞാൻ ഡാലിയുടെ നമ്പർ അങ്ങോട്ട് അയക്കാം. ഡാലി എവിടെ ഉണ്ടെന്ന് ഒന്ന് തിരക്കി പറയാവൂ. ആദം സ്പാനർ അപ്പോഴും സ്വിൻഡനിലുണ്ട്. സ്വിൻഡനിൽ തന്നെയുള്ള ആദം സ്പാനറോട് ഡാലി നിക്കോൾസൺ എവിടെയുണ്ടെന്ന് തിരക്കി പറയാൻ ആവശ്യപ്പെട്ടതും അത് ചെയ്യാമെന്ന് ആദം സമ്മതിച്ചു. ഡസ്റ്റൻ ആദം സ്പാനറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വിൻഡനിലെ ഒരു ഹോട്ടലിലെ ബാറിൽ ഫ്ലോറൻസും ഡാലിയ നിക്കോൾസനും ലൂയിസ് ലാങ്ഫോർഡും ഒരു ടേബിളിന്റെ ചുറ്റുമായി ഇരിക്കുകയാണ്. ഡാലിയ ഫിറ്റായെന്ന് തോന്നിയതും അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ച വൈൻ എടുക്കാതെ അമ്മയും ലൂയിസിനെയും നോക്കിയിരിക്കുകയാണ്. അത് കണ്ടതും ലൂയിസ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ അതുകൂടെ കഴിക്കേ. ഏയ് ലൂയിസ്, എനിക്ക് വേണ്ട, ഞാൻ ഫിറ്റാണ്. ഏയ് ഡാലിയ, കുഴപ്പമില്ല, ഒരു ഗ്ലാസ് കൂടെ അല്ലേ ഉള്ളൂ, കുടിക്കുന്ന. ഏയ് വേണ്ട. ഏയ് ഡാലിയ, ലൂയിസ് പറയുന്നതല്ലേ, നീ കുടിക്ക്. അങ്ങനെ പറഞ്ഞ് അവളുടെ അമ്മ ഫ്ലോറൻസ് തന്നെ ആ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അമ്മയും കൂടി നിർബന്ധിച്ചപ്പോ ഡാലിയ അത് വാങ്ങിച്ച് കുടിച്ചു. ഡാലിയക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മുകളിലേക്ക് അവൾ കുടിച്ചാൽ അവൾ സാധാരണഗതിയിൽ വീണുപോകുക ഒരു പതിവാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ആ വൈനും കൂടി കുടിച്ചു കഴിഞ്ഞതും ഡാലിയുടെ കാലുകൾ ഒന്ന് ആടി തുടങ്ങി. അവളുടെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റി തുടങ്ങിയാണ്. അത് കണ്ടതും ഫ്ലോറൻസ് ലൂയിസിനോട് പറഞ്ഞു, ഞങ്ങള് ഇറങ്ങുകയാണേ. അങ്ങനെ പറഞ്ഞിട്ട് ഫ്ലോറൻസ് ഡാലിയെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിച്ചപ്പോ ലൂയിസ് ഫ്ലോറൻസിനോട് പറഞ്ഞു, ഏയ് ഈ അവസ്ഥയിൽ പുറത്തേക്ക് പോകുന്നത് ശരിയല്ലേ. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ രാത്രിയിൽ ഇനി വാഹനം ഓടിച്ചു പോകുന്നത് പന്തിയല്ല എന്ന് ഫ്ലോറൻസിനും അറിയാം. ലൂയിസ് ലാങ്ഫോർഡ് അവർക്ക് വേണ്ടി ഒരു മുറി അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഫ്ലോറൻസ് ഡാലിയും താങ്ങി പതുക്കെ ആ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബാറിൽ ചേർന്ന് തന്നെയാണ് ലിഫ്റ്റ്. ലിഫ്റ്റിൽ അവർ മുകളിലത്തെ നിലയിലെത്തി. പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ ഡാലിയെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞതും ഡാലിയ ഫ്ലോറൻസിനോട് പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് വെള്ളം വേണം.
ഫ്ലോറൻസ് ആ മുറിയിലെ ടേബിളിൽ നോക്കിയപ്പോൾ അവിടെ വെള്ളമില്ല. സാധാരണഗതിയിൽ മുറിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. വെള്ളം സംഘടിപ്പിക്കാനായി ഫ്ലോറൻസ് അവിടെ ഇരിക്കുന്ന മഗ് കയ്യിലെടുത്തതും ഡാലിയ ഫ്ലോറൻസോട് പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് പാല് കിട്ടിയാൽ കൊള്ളായിരുന്നു. പാല് കുടിച്ചാൽ അവളുടെ മത്ത് ഒന്ന് മാറുമെന്ന് ഡാലിക്ക് അറിയാം. അവളുടെ ഒരു ശീലം അതാണ്. മോളെ, ഈ സമയത്ത് പാല് അമ്മ താഴെ കാണും. ആ ഹോട്ടലിന്റെ താഴെ റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റിൽ ഉറപ്പായിട്ട് പാല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡാലിയ നിക്കോൾസൺ അത് പറഞ്ഞപ്പോ ഫ്ലോറൻസ് സമ്മതിച്ചു. അവൾ മുറി ചാരി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലൂയിസ് ലാങ്ഫോർഡ് അങ്ങോട്ട് വരുന്നത് കണ്ടത്. ലൂയിസ് ഫ്ലോറൻസോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡാലിയക്ക്? ഇല്ല, അവൾ കുഴപ്പമില്ല. നിങ്ങളോട് പോകുന്നു? ഞാൻ കുറച്ച് പാല് വാങ്ങാൻ പോവുകയാണ്, താഴെ പാല് കിട്ടും. ഫ്ലോറൻസ് അത് പറഞ്ഞതും ലൂയിസ് ഫ്ലോറൻസോട് പറഞ്ഞു, താഴത്തെ പാല് കൊള്ളത്തില്ല, ഇതിനപ്പുറത്ത് മറ്റൊരു കഫയുണ്ട്, അവിടെ പോയി പാല് വാങ്ങിക്കും, അതാ നല്ലത്. അല്ല, താഴത്തെ പാല്? ഞാൻ പറഞ്ഞില്ലേ താഴത്തെ പാല് വാങ്ങണ്ടെന്ന്. ലൂയിസ് ലാങ്ഫോർഡ് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതും ഫ്ലോറൻസ് സമ്മതിച്ചിട്ട് നേരെ ലിഫ്റ്റിൽ കയറി. ആ മുറിയിൽ നിന്ന് ഏകദേശം ഒരു 10 അടി മാറിയാണ് ലിഫ്റ്റ്. ലൂയിസ് ലാങ്ഫോർഡ് ഫ്ലോറൻസിനോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ വാചകമാണ്, അവിടെ താഴെയുള്ള റെസ്റ്റോറന്റിൽ നിന്ന് പാല് വാങ്ങിച്ച് മുകളിലോട്ട് വരണ്ട, അങ്ങ് ദൂരെയുള്ള കഫയിൽ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുത്തിട്ട് ഫ്ലോറൻസ് അങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. ഫ്ലോറൻസ് ചിരിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഡാലിയ ഉറക്കെ ചോദിച്ചു, അമ്മ വേഗം വന്നോ? ഹേയ് ഡാലിയ, അമ്മയല്ല ഞാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂയിസ് അടുത്തോട്ട് വന്നു. ലൂയിസ്, നിങ്ങൾ എന്തിനാ അകത്തേക്ക് വന്നേ? ഏയ് ഡാലിയ, നിനക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാതിലങ്ങി ചാരി. അയാൾ വാതിൽ ചാരുന്ന കണ്ടതും ലൂയിസ് ലാങ്ഫോർഡിനെ നോക്കി ഡാലിയ ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഹേയ് ഡാലിയ, നമ്മുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയല്ലേ, പിന്നെന്താ പ്രശ്നം? നീ എന്റെ ഭാര്യയാകാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഇരിക്കുന്നില്ല, എന്താ തെറ്റ്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കട്ടിലിന്റെ അടുത്ത് ഇരിക്കാൻ പോയതും ഡാലിയ ഏതാണ്ട് അബോധാവസ്ഥയിലാണല്ലോ, ഒറ്റ ചവിട്ട് കൃത്യം അയാളുടെ മർമ്മത്തെ തന്നെ കൊണ്ടു. ഡാലിയുടെ ചവിട്ടേറ്റ് അയാൾ ഒന്ന് പുറകോട്ട് നീങ്ങി. ദേഷ്യം വന്ന ലൂയിസ് ലാങ്ഫോർഡ് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ആ സമയം കട്ടിലിൽ നിന്ന് എണീറ്റ് ഡാലിയുടെ ചെവിട് നോക്കി ഒരു അറ്റിയാടി. ശരിക്കും ശക്തമായിട്ട് തന്നെ ഡാലിയെ അയാൾ അടിക്കുകയായിരുന്നു. ഛേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ ചവിട്ടിയത്? നീ ആരെന്ന് എഴുതിയിട്ട് എന്നെ ചവിട്ടിയത്? രാജ്യതലസ്ഥാനമായ സ്റ്റോണിയിലെ ലാങ്ഫോർഡ് കുടുംബത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തികളിൽ ഒരാളാണ് സാക്ഷാൽ ലൂയിസ് ലാങ്ഫോർഡ്. അയാളെ വെറുമൊരു സ്ത്രീ അങ്ങനെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അനുവദിക്കാനാവും? അതാണ് ലൂയിസ് ലാങ്ഫോർഡിന്റെ ശബ്ദത്തിൽ പ്രതിഫലിക്കുന്നത്. അത് മനസ്സിലാക്കി ഡാലിയ ലൂയിസിനോട് പറഞ്ഞു, സോറി, അറിയാതെ പറ്റിപ്പോയതാണ്. സോറിയോ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഡാലിയെ പിടിക്കാനായി മുന്നോട്ട് ചാടി. തന്നെ റേപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ലൂയിസ് ലാങ്ഫോർഡ് കടക്കുന്നതെന്ന് ആ നിമിഷം ഒരു ചിന്ത ഡാലിയുടെ മനസ്സിലേക്ക് വന്നു. തന്നെ പിടിക്കാനായി മുന്നോട്ട് ആഞ്ഞ ലൂയിസിനെ വെട്ടിച്ച് ഡാലിയ കട്ടിലിന്റെ മറുഭാഗത്തേക്ക് ഓടി. അത് കണ്ടതും കട്ടിലിന് കുറുകെ ലൂയിസ് അങ്ങ് ചാടി. ലൂയിസ് കട്ടിലിന് കുറുകെ ചാടുന്ന കണ്ടതും ഡാലിയ കട്ടിലിന്റെ കാൽഭാഗം വഴി ഓടി വാതിലിനടുത്തെത്തി. വാതിലിനടുത്തെത്തിയതും ഡാലിയ വാതിൽ തുറന്നതും പുറത്തേക്ക് ചാടിയതൊക്കെ പെട്ടെന്നാണ്. കട്ടിലിന്റെ പുറത്തേക്ക് ചാടി വീണ് കഴിഞ്ഞിരുന്ന ലൂയിസ് ലാങ്ഫോർഡ് ചാടി എണീറ്റ് വാതിൽ വഴി പുറത്തേക്ക് ഓടുമ്പോ ഡാലിയ ലിഫ്റ്റിന് നേരെ ഓടുകയാണ്. ശരിക്കും ഡാലിയുടെ കാലുകൾ തറയിൽ നന്നായിട്ട് ഉറയ്ക്കുന്നില്ല, എന്നാലും ഒരു പരുവത്തിൽ ലിഫ്റ്റിന് നേരെ ഓടുകയാണ്. ഈ സമയത്ത് ലൂയിസ് ലാങ്ഫോർഡിന്റെ പാൻസ് ഏതാണ്ട് താഴേക്ക് അഴിഞ്ഞിരുന്നു. അഴിഞ്ഞു വീഴാറായ പാൻസുമായിട്ടാണ് അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. അയാൾ നോക്കുമ്പോൾ അയാൾ കാണുന്നത് ലിഫ്റ്റിന് നേരെ ഓടുന്ന ഡാലിയാണ്. അയാൾ 2 സ്റ്റെപ്പ് കൊണ്ട് ഡാലിയുടെ അടുത്തെത്തും ഡാലിയെ കയറി പിടിക്കുകയും ചെയ്തു. പെട്ടെന്ന് പുറകിൽ നിന്ന് ഡാലിയെ അയാൾ പിടിച്ചതും ഡാലിയ താഴേക്ക് വീണു. താഴേക്ക് വീണ ഡാലിയുടെ ഡ്രസ്സിൽ പിടിച്ച അയാൾ വലിക്കപ്പെടാണ് ലിഫ്റ്റ് തുറക്കുന്നത്. ലിഫ്റ്റ് തുറന്ന് പുറത്തേക്ക് വന്നത് സാക്ഷാൽ ഡസൻ റയസ് ആണ്. ഡസൻ റയസ് ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച തറയിൽ വീണ് കിടക്കുന്ന ഡാലിയ നിക്കോൾസിനെയാണ്. വീണ് കിടക്കുന്ന ഡാലിയ നിക്കോൾസിന്റെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുകയാണ് ലൂയിസ് ലാങ്ഫോർഡ്. ലൂയിസ് ലാങ്ഫോർഡിന്റെ പാൻസ് അഴിഞ്ഞ് ഏതാണ്ട് മുട്ടിന് താഴെ എത്തിയിട്ടുണ്ട്. ഒരു വല്ലാത്ത രംഗം. അത് കണ്ടതും ഡസൻ ഉറക്കെ ചോദിച്ചു, എന്താ ഇത്? ഡാലിയ നിക്കോൾസിനെ ലൂയിസ് ലാങ്ഫോർഡ് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഡസൻ അങ്ങനെ ചോദിച്ചത്. ഡസൻ റൈസിനെ അവിടെ അപ്പോ അങ്ങനെ കണ്ട ആ നിമിഷത്തിൽ ഡാലിയ കുടിച്ച മദ്യമൊക്കെ ഏതാണ്ട് ആവിയായി പോയി. ശരിക്കും അവൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഡസൻ റൈസ് അവളെ കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. ഡസൻ ഡാലിയ എന്തോ പറയാൻ ശ്രമിച്ചതും ഡസൻ ഡാലിയോട് ചോദിച്ചു, ഇതാണോ നീ പറഞ്ഞ ക്ലയന്റ്? ക്ലയന്റുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതാണോ?
ഡസൻ റൈസിന്റെ ആ ചോദ്യത്തിന് വല്ലാത്തൊരു മുനയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ സത്യത്തിലോ എന്താ ഡാലിയ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിന്നെ ഇയാൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ പറ, ഇവനെ ഇപ്പൊ ഞാൻ തീർക്കാം. ഡസൻ റൈസിന്റെ ചോദ്യം ശരിക്കും ഡയറക്റ്റ് ആണ്. ലൂയിസ് ലാങ്ഫോർഡ് ഡസൻ റൈസിന്റെ ഭാര്യയായിരുന്ന ഡാലിയ നിക്കോൾസനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഡാലിയ പറഞ്ഞാൽ ആ നിമിഷം ലൂയിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഡസന്റെ ചോദ്യത്തിന്റെ അർത്ഥം ഡാലിക്ക് മനസ്സിലായി. അവൾ എന്തു മറുപടി പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം നിശബ്ദയായി പോയി. അവളെ റേപ്പ് ചെയ്യാൻ ലൂയിസ് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഡസൻ ഇടപെടും. ലൂയിസിന്റെ പുറത്ത് ഡസൻ കൈവച്ചാൽ അത് വലിയ കുഴപ്പമാവും. ലാങ്ഫോർഡ് ഫാമിലിയുടെ അനന്തര അവകാശികളിൽ ഒരാളാണ് ലൂയിസ് ലാങ്ഫോർഡ്. ശരിക്കും സ്വാധീന ശക്തിയുള്ള, അധികാരമുള്ള, പവർഫുൾ ആയിട്ടുള്ള ലാങ്ഫോർഡ് കുടുംബത്തിനെതിരെ ഡസന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഡസ്റ്റിനെ അവർ കൊല്ലും. അക്കാര്യം ഡാലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഡസന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ ഡാലിയ നിശബ്ദയായി നിൽക്കുന്ന കണ്ടതും ഡസൻ ഡാലിയോട് പറഞ്ഞു, മിസ് ഡാലിയ നിക്കോൾസൺ, ഇനി നിങ്ങൾ മറുപടി പറയണ്ട. നിങ്ങൾ പറയാതെ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചില്ല. നാണമില്ലേ ഡാലിയ നിനക്ക് ഇതുപോലെ ഹോട്ടൽ മുറിയെടുത്ത് ഒരു ചെറുപ്പക്കാരനൊപ്പം കഴിയാൻ? നീ ഇത്ര അധപ്പതിച്ചു. ഡാലിയ നിക്കോൾസനോട് ഡസൻ റൈസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വളരെ വ്യക്തമായ ചോദ്യങ്ങളാണ്. ഡസൻ, ഡാലിയ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന? ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്തല്ലേ? നീ എന്തിനാ എന്നെ പിന്നെയും പിന്തുടർന്നു? നീ എന്തിനാ എന്റെ ലൈഫിൽ തൊട്ട് കളിക്കുന്നത്? എന്റെ വികാരങ്ങളെ നീ എന്തിനാ ഇങ്ങനെ വ്രണപ്പെടുത്തുന്നത്? ഡാലിയ, നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്നെ വെറുതെ വിടണമായിരുന്നു. ഡസൻ റൈസിന്റെ വാചകങ്ങൾ ശരിക്കും വ്യക്തമാണ്, വളരെ ഷാർപ്പാണ്. അത് ഡാലിക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഡാലിയ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡസൻ ഡാലിയോട് പറഞ്ഞു, ഓക്കെ ഞാനേ സത്യത്തിൽ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ നിന്റെ സ്വർഗത്തിലെ ഒരു കട്ടുറുമ്പായല്ലേ. ഓക്കെ നിങ്ങൾ എൻജോയ് ചെയ്യും. അങ്ങനെ ഡസൻ റൈസ് പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന ലൂയിസ് ലാങ്ഫോർഡ് പാൻസ് ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ഡസനോട് പറഞ്ഞു, ഹേയ് ഡസൻ, നിങ്ങളുടെ സെലക്ഷൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതുപോലൊരു സുന്ദരിയെ സെലക്ട് ചെയ്ത നീ ശരിക്കും അഭിനന്ദനം അർഹിക്കുകയാണ്. പക്ഷെ ഇതുപോലൊരു സുന്ദരിയോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് അറിയില്ല. അതാണ് നിന്റെ പ്രശ്നം. ഞാനേ ഈ സുന്ദരിയെ രസിപ്പിക്കുന്ന എങ്ങനെയെന്ന് കാണാൻ നിനക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കാം. ഞങ്ങളിപ്പോ ഈ മുറിയിലേക്ക് കയറും. നീയും വാ, നീ കാണ് ഞാൻ എങ്ങനെയാ ഡാലിയെ രസിപ്പിക്കുന്നു. ലൂയിസ് ലാങ്ഫോർഡിന്റെ ആ വാക്കുകൾ കേട്ടതും ഡസൻ കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട്. കൃത്യം അവന്റെ വയറ്റിലാണ് ആ ചവിട്ട് പതിച്ചത്. ആ ചവിട്ടിൽ ലൂയിസ് ലാങ്ഫോർഡ് പുറകോട്ട് തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീഴുമ്പോ അവന്റെ മുഖം തറയിലിടിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിൽ അവന്റെ ബോധം പോയി. ഒറ്റ ചവിട്ടിന് ഡസൻ റൈസ് അവന്റെ ബോധം കെടുത്തി എന്ന് പറയാം. ഡസൻ, എന്തായി ചെയ്തേ? എന്ത്? അവന്റെ പുറത്ത് ഞാൻ കൈവച്ചപ്പോ നിനക്കെങ്ങ് പൊള്ളിയല്ലേ? നിനക്കെങ്ങ് വേദനിച്ചു അല്ലേ? ഏയ് ഡാലിയ, നീ ഇത്ര തരം താഴ്ന്നതായിരുന്നു. ഇവനെ പോലെ ഒരു തെമ്മാടിയെ നീ കൂട്ടുപിടിക്കാൻ പാടില്ലായിരുന്നു. ഡസൻ റൈസ് അത് പറഞ്ഞതും ഡാലിയ ഡസനോട് പറഞ്ഞു, ഡസൻ പ്ലീസ്, ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ വിവാഹം തീരുമാനിച്ചെന്നു അറിയാതെ പെട്ടെന്ന് ഡസൻ ചോദിച്ചു പോകണം. അതെ, എന്റെ വിവാഹം തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ഡസൻ റൈസ് ഞെട്ടത്തില്ല. പക്ഷെ ഇപ്പോ ഡസൻ ഒന്ന് ഞെട്ടി. ഡാലിയ നിക്കോൾസനെ ഡസൻ ഡൈവേഴ്സ് ചെയ്തെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഡൈവേഴ്സ് ചെയ്യുമ്പോഴും ഡാലിയോടൊരു സോഫ്റ്റ് കോർണർ ഡസൻ ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ് കോർണർ നിലനിൽക്കുമ്പോഴാണ് ഇതാ ഡാലിയ നിക്കോൾസൺ ലൂയിസ് ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഡസനോട് പറയുന്നത്. മറ്റാരെങ്കിലും പറഞ്ഞല്ല ഡസൻ ആ വിവരം അറിയുന്നത്. ഡാലിയ നിക്കോൾസൺ തന്നെ ഡസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡസനോട് അങ്ങനെ പറയുകയാണ്. ശരിക്കും ഞെട്ടിപ്പോയ ഡസൻ കൈ ഉയർത്തി ഡാലിയുടെ കവിളിൽ ഒരൊറ്റയാടി. ഡസൻ ആദ്യമായിട്ടാണ് ഡാലിയ നിക്കോൾസന്റെ പുറത്ത് കൈവയ്ക്കുന്നത്. പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴും ഡസൻ ചിരിച്ച് ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. പക്ഷെ ഇപ്പോ ഡസന് അവിടെ തല്ലാതെ പറ്റില്ല എന്നായിരിക്കുകയാണ്. ആഞ്ഞൊന്ന് അടിച്ചിട്ട് ഡസൻ ഡാലിയോട് പറഞ്ഞു, ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ പാർട്ട്ണറായി നീ തിരഞ്ഞെടുത്തതിനാണ് നിന്നെ ഞാൻ തല്ലിയത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, മേലാൽ എന്റെ മുന്നിലേക്ക് വരരുത്. എന്നെ ഒരു കാരണവശാലും നീ ഫോളോ ചെയ്യരുത്. ഇനി എന്നെ കുറിച്ച് അന്വേഷിക്കുകയോ എന്റെ മുന്നിലേക്ക് വരികയോ എന്നെ വിളിക്കുകയോ ചെയ്യരുത്. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ ഇപ്പൊ അവസാനിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഡസൻ ആ ലിഫ്റ്റിലേക്ക് കയറുകയും പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് താഴേക്ക് പോവുകയും ചെയ്തു. ഡാലിയ നിക്കോൾസൺ ഡസൻ റൈസ് ലിഫ്റ്റിലേക്ക് കയറി പോകുന്നത് കണ്ടിരുന്നു.
പക്ഷെ അവളുടെ കണ്ണിൽ ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ. നിശബ്ദയായി അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ലിഫ്റ്റ് പിന്നെയും സ്റ്റോപ്പായി. ഇപ്പോ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഫ്ലോറൻസ് ആണ്. ഫ്ലോറൻസ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന ലൂയിസ് ലാങ്ഫോർഡിനെയും അടുത്ത് നിശ്ചലയായി നിൽക്കുന്ന അവരുടെ മകൾ ഡാലിയ നെക്കോൾസിനെയുമാണ്. ആ രംഗം കണ്ട ഫ്ലോറൻസ് ഡാലിയുടെ പുറത്ത് കിട്ടി ഡാലിയോട് ചോദിച്ചു, ഡാലിയ എന്തു പറ്റി? ഡാലിയുടെ പുറത്ത് ഫ്ലോറൻസ് തട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡാലിയ ബോധത്തിലേക്ക് വന്നത്. ഫ്ലോറൻസിനെ കണ്ടതും ഡാലി പെട്ടെന്ന് ഫ്ലോറൻസിനെ കെട്ടിപ്പിടിച്ചു. അമ്മ ഡസ്റ്റും വന്നിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞു തുടങ്ങി. ഏയ് ഡാലി എന്താ ഇത്? ഡസ്റ്റ് വന്നിരുന്നു, അതിനെന്താ പ്രശ്നം? അമ്മ എനിക്ക് ഡസ്റ്റിനെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഡാലിയ അത് കഴിഞ്ഞില്ലേ, നീ ഡൈവേഴ്സ് ചെയ്തില്ലേ? അമ്മ എനിക്ക് ഡസ്റ്റിനെ മറക്കാൻ പറ്റില്ല. ഡാലിയ നീ ലാങ്ഫോർഡിനെ വിവാഹം കഴിക്കില്ലേ, പിന്നെന്താ? അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെയും അവൾ കരഞ്ഞു തുടങ്ങി. അവൾക്ക് ഡസ്റ്റിനെ മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഫ്ലോറൻസിനും അറിയാം. ഫ്ലോറൻസ് ഒന്നും മിണ്ടാതെ ഡാലിയെ അവളുടെ പുറത്തേക്ക് ചേർത്ത് ഒന്ന് തട്ടുമ്പോൾ ഡാലിയ ഒന്ന് കുഴഞ്ഞു താഴേക്ക് വീണു. അവൾ ബോധം കെട്ട് താഴേക്ക് വീണതാണ്. ഈ സമയത്ത് ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ഡസ്റ്റിൻ റയസ് അവന്റെ വാഹനത്തിൽ പീസ് മെഡിക്കൽ സെന്ററിൽ എത്തിക്കഴിഞ്ഞു. പീസ് മെഡിക്കൽ സെന്ററിൽ എത്തിയ ഡസ്റ്റിൻ ഉടൻ തന്നെ 2 കുപ്പി ബിയർ എടുത്ത് അവന്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഡസ്റ്റിൻ അങ്ങോട്ട് കയറി വരുന്നതും ബിയർ എടുക്കുന്നതും മാക്സിമസ് കെയ്ൻ കണ്ടു. മാക്സിമസും അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ എന്തു പറ്റി? മാക്സിമസ് പ്ലീസ് എന്നോടൊന്ന് കൂടാവൂ, എനിക്കൊരു കമ്പനി തരാവൂ. ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും മാക്സിമസ് ഡസ്റ്റിന് അടുത്തിരുന്നു. ഏയ് ഡസ്റ്റിൻ എന്തു പറ്റി? ഡസ്റ്റിൻ മാക്സിമസിനോട് പറഞ്ഞു, ഡാലിയുടെ കല്യാണമായി. ഡാലിയ ആ ലൂയിസ് ലാങ്ഫോർഡിനെ കല്യാണം കഴിക്കുന്നത്, ആ തെമ്മാടിയെ. അവൾ എങ്ങനെ അതിന് സമ്മതിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഇത്ര മോശപ്പെട്ട സ്ത്രീയായിരുന്നു. ഡാലിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഡസ്റ്റിൻ പറഞ്ഞപ്പോ മാക്സിമസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഡാലിയ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നല്ല സ്ത്രീയാണ്. അവർ ഒരിക്കലും മോശമായ ഒരു തീരുമാനവും എടുക്കില്ല. അവര് അങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. എന്ത് കാരണം? അവള് ആകെ പിഴയാണ്. അവൾ എന്നെ കബളിപ്പിച്ചതാണ്. ഡസ്റ്റിന് ഏതാണ്ട് സങ്കടം വരികയാണ്. ഡസ്റ്റിന്റെ ഇമോഷൻസിനെ ശരിക്കും നന്നായി മുതലെടുത്ത വ്യക്തിയാണ് ഡാലിയ നിക്കോൾസൺ എന്ന് ഒരു തോന്നൽ ഇപ്പൊ ഡസ്റ്റിനുണ്ട്. ഡാലിയ നിക്കോൾസന്റെ നമ്പർ ട്രേസ് ചെയ്ത് ഡാലിയ ഉള്ള ഹോട്ടൽ കണ്ടുപിടിച്ച് ആദർ സ്പാനർ ഡസ്റ്റിനെ വിവരം അറിയിച്ചപ്പോ ഡസ്റ്റിൻ ആ ഹോട്ടലിൽ എത്തിയതാണ്. അവിടെ വെച്ച് ഒരിക്കലും ഡസ്റ്റിൻ കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രംഗമാണ് ഡസ്റ്റിൻ കണ്ടത്. അതിൻ്റെതായ സങ്കടം ഡസ്റ്റിനുണ്ട്. ഡസ്റ്റിൻ റൈസിന്റെ സങ്കടം ഡസ്റ്റിൻ ഏതാണ്ട് മദ്യപിച്ച് തീർക്കാനുള്ള ശ്രമത്തിലാണ്. ഡസ്റ്റിൻ റൈസിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാക്സിമസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, അവർ അക്കരെ പച്ച തേടിപ്പോകും. അവന്റെ അനുഭവം കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞു പോയത്. ഡാലിയ നിക്കോൾസൺ അക്കരെ പച്ച തേടിപ്പോകുന്ന ഒരു സ്ത്രീയായിട്ട് ഒരിക്കലും ഡസ്റ്റിന് തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് അവനും അത് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ആ രാത്രി 2 കവിതാക്കൾ അവരുടെ പ്രാണപ്രേയസികളെ നഷ്ടപ്പെട്ട വിഷമം അങ്ങനെ പറഞ്ഞ് ആ ബിയറൊക്കെ തീർത്തു. ബിയർ കുപ്പികൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. അവിടെ ബിയർ കുപ്പിക്കോ വൈനൊന്നും ഒരു ക്ഷാമമില്ല. റിച്ചാർഡ് ജോൺ മദ്യത്തിന്റെ ഒരാളാണല്ലോ. കഥ ഇങ്ങനെ നടക്കുന്നു. പിറ്റേന്ന് നേരം വെളുത്തു. അന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഡസ്റ്റിൻ റൈസും ടാറ്റം ഹണ്ടേഴ്സും തമ്മിലുള്ള ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മൗണ്ട് ഹേഗിലാണ് ആ ഫൈറ്റ് നടക്കുന്നത്. ഡസ്റ്റിൻ റൈസും മാക്സിമസ് കെയ്നും കൂടി വൈകുന്നേരം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോ ആ മൗണ്ട് ഹേഗിലെത്തി. മൗണ്ട് ഹേഗിൽ അവർ വരുമ്പോ അനവധി ആളുകൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു മലയാണ്. ആ മലയിലെ ആളുകൾ ഇങ്ങനെ കയറി പോകുമ്പോ അവിടെ പുറകെ ഡസ്റ്റിനും മാക്സിമസും ഉണ്ട്. അവരങ്ങനെ കയറി വരുമ്പോ മലയുടെ ഒരു ഭാഗത്ത് കാട്ടിനകത്തായി ഒരു ബഹളം കേട്ടു. മാക്സിമസും ഡസ്റ്റിനും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു അടി നടക്കുകയാണ്. ലേശം പ്രായമുള്ള ഒരാളെ 4-5 ആളുകൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഒരു പെൺകുട്ടി ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഡസ്റ്റിനും മാക്സിമസും ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് അവളോട് ചോദിച്ചു, എന്താ ഇത്, ഞങ്ങൾ ഇടപെടണോ? ഏയ് നിങ്ങളൊന്നും ഇടപെടണ്ട, എന്റെ മുത്തശ്ശൻ അത് കൈകാര്യം. അവളുടെ മുത്തശ്ശനാണ് ആ അക്രമികളുടെ നടുക്ക് നിൽക്കുന്നത്. മാക്സിമസും ഡസ്റ്റിനും ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ മുത്തശ്ശൻ അയാളെ ആക്രമിച്ച 6-7 പേര് വരുന്ന ആ ടീമിനെ പെട്ടെന്ന് നിലംപരിശാക്കി. അയാളുടെ വേഗതയും ശക്തിയും ഒക്കെ അമ്പരപ്പിക്കുന്ന തന്നെയാണ്. അവരെ അടിച്ചോടിച്ചു കഴിഞ്ഞതും അയാളുടെ ചെറുമകളുടെ അടുത്തേക്ക് വന്നു. ഏഹേ അബി, എങ്ങനെയുണ്ട്? ഗ്രാൻഡ്പ അടിപൊളിയായിട്ടുണ്ട്. ഗ്രാൻഡ്പ ഒരു സംഭവം തന്നെ. അവളും അവളുടെ ഗ്രാൻഡ്പയും ഡസ്റ്റിൻ റൈസും ടാറ്റം തണ്ടേഴ്സും തമ്മിലുള്ള ആ ഫൈറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ചെറുപ്പക്കാരെ കണ്ട റാൽഫ് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ് നിങ്ങളെ കണ്ടിട്ട് ഫൈറ്റേഴ്സ് ആണെന്ന് തോന്നുന്നല്ലോ, നല്ല ബോഡിയുണ്ട്. ഏയ് നിങ്ങൾ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ
നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം, എന്റെ ടീമിന്റെ ഭാഗമായാൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. അവളുടെ മുത്തശ്ശൻ പറയുന്നത് കേട്ടതും അബി ഡസ്റ്റിനോടും മാക്സിമസിനോടും പറഞ്ഞു, ഏയ് മുത്തശ്ശന്റെ ഓഫർ എടുക്ക്. മുത്തശ്ശൻ അങ്ങനെ ആരെയും പരിശീലിപ്പിക്കുന്ന ആളല്ല. അവൾക്ക് അവളുടെ മുത്തശ്ശനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പെട്ടെന്ന് ഡസ്റ്റിൻ പറഞ്ഞു, ഏയ് എനിക്ക് താല്പര്യമില്ല. മാക്സിമസും അത് തന്നെ പറഞ്ഞു, ഞങ്ങള് തൽക്കാലം നിങ്ങളോടൊപ്പം കൂടുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവര് മുന്നോട്ട് നടക്കുമ്പോൾ അബിയും റാൽഫും ഡസ്റ്റിനും മാക്സിമസിനൊപ്പം നടക്കുകയാണ്. അവര് കാടിനകത്തുകൂടി മലയുടെ മുകളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ റാൽഫ് മാക്സിമസിനോട് ചോദിച്ചു, ഇന്നത്തെ ഫൈറ്റിൽ ആര് ജയിക്കുമെന്നാ ഇയാൾക്ക് തോന്നുന്നത്? ഡസൻ റയസും ടാറ്റം തണ്ടേഴ്സും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. ആ ഫൈറ്റിന്റെ വിജയി ആരായിരിക്കുമെന്നാണ് മാക്സിമസിനോട് റാൽഫ് ചോദിക്കുന്നത്. മാക്സിമസിന് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അയാൾക്ക് ഡസൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഡസൻ എതിരിടാൻ പോകുന്നത് സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സിനെയാണ്. ഹോളി ഇമ്മോർട്ടലിലെ അതിശക്തനായ ഫൈറ്ററാണ് ടാറ്റം തണ്ടേഴ്സ്. ടാറ്റം തണ്ടേഴ്സിനെ തോൽപ്പിക്കാൻ ഡസന് പറ്റില്ല എന്ന് മാക്സിമസിന് അറിയാം. പക്ഷേ അക്കാര്യം എങ്ങനെ ഡസൻ കേൾക്കെ അയാൾ പറയും? അതുകൊണ്ട് മാക്സിമസ് നിശബ്ദനായതും അവരുടെ ഒപ്പം നടക്കുന്ന അബി അവളുടെ ഗ്രാൻഡ്പയോട് പറഞ്ഞു, ഗ്രാൻഡ്പ ചോദിക്കാനുണ്ടോ? ഉറപ്പായിട്ടും ടാറ്റമല്ലേ ജയിക്കൂ. അത് കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഫൈറ്റ് കഴിയാതെ അതെങ്ങനെ അറിയാൻ പറ്റും? ഏയ് ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് എന്തറിയാം? ടാറ്റം ആരാ? അയാൾ ഹോളി ഇമ്മോർട്ടൽസിലെ ആളാണ്. ഹോളി ഇമ്മോർട്ടൽസിലേക്ക് അംഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ അതിശയമാണ്. നമ്മുടെ ഈ സ്വിൻഡനിൽ, നമ്മുടെ ഈ മിൽസ്ബർഗിലൊക്കെ വേറെ ആരെങ്കിലും ഹോളി ഇമ്മോർട്ടൽസിൽ ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവളുടെ അറിവ് ഡസ്റ്റിനുമായി പങ്കുവയ്ക്കുകയാണ്. ഡസ്റ്റിൻ റൈസും മാക്സിമസ് കെയ്നും ഒന്നും മിണ്ടാതെ അവരോടൊപ്പം നടന്നു. അവർ നടന്ന് മലയുടെ മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ജനസാഗരം തന്നെ ഉണ്ട്. ആ മലയുടെ മുകൾ ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിന് മുന്നിലായി ഏകദേശം 40 അടിയോളം നീളവും 20 അടി വീതിയുമുള്ള ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലേസ് ആണ് വെന്യൂ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കല്ലുകൊണ്ടാണ് ആ പ്ലേസ് ഒരുക്കിയിരിക്കുന്നത്. ആ പ്ലേസിന്റെ താഴേക്ക് അനവധി സീറ്റുകളാണ്. ശരിക്കും പുല്ലും കല്ലും ഒക്കെ ഉപയോഗിച്ച് മനോഹരമായി തീർത്തിരിക്കുന്ന ഇരിപ്പിടങ്ങളാണ് ചുറ്റുമുള്ളത്. താഴെ എവിടെ നിന്നാലും മുകളിൽ നടക്കുന്ന മത്സരം കാണാം. സാധാരണ സ്റ്റേഡിയങ്ങളിൽ താഴെ സ്റ്റേജും മുകളിലെ ചുറ്റുമായിട്ട് ബാൽക്കണി ആണെങ്കിൽ ഇവിടെ തിരിച്ചാണ്. സ്റ്റേജ് മുകളിലും താഴോട്ടാണ് സീറ്റുകൾ. താഴെ ഇരുന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. മുകളിൽ നിൽക്കുന്ന ആളുകളെ ആർക്കും കാണാൻ പറ്റും. ആ ശൈലിയിലാണ് ആ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. 3 ഭാഗത്തായിട്ടാണ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്നത്. മറുഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആ വെന്യൂ നടത്തുന്ന ആളുകളുടേതാണ്. ഡസൻ റൈസും മാക്സിമസ് കെയ്നും റാൽഫിന്റെ ചെറുമകൾ അബയും ഒരു ടീമായിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അവിടെ അവരെത്തുമ്പോഴേക്കും ശരിക്കും ജനമായി കഴിഞ്ഞു. മാക്സിമസും ഡസ്റ്റിനും ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി മുന്നോട്ട് പോയപ്പോ പെട്ടെന്ന് പ്രധാന വഴിയിലൂടെ വന്ന ചില ആളുകൾ മാക്സിമസിന്റെ മുന്നിൽ വന്നു. മാക്സിമസിന്റെ മുന്നിലേക്ക് വന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. കാറ്റി എന്നറിയപ്പെടുന്ന ഒരു ലേഡിയാണ് വന്നത്. കാറ്റിയെ കണ്ട് മാക്സിമസ് അവിടെ സ്ട്രക്ക് ആയതുപോലെ നിന്നു. അവന്റെ ഫിയാൻസി ആയിരുന്ന കാറ്റിയാണ് ഇപ്പൊ അവന് മുന്നിൽ നിൽക്കുന്നത്. കാറ്റിയുടെ തൊട്ടു പുറകെ ബ്രോഡി വില്യംസും കെൽവിൻ വില്യംസും ഉണ്ട്. കാറ്റ് നിൽക്കുന്ന കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ബ്രോഡി മാക്സിമസിനെ കണ്ടത്. ഏയ് മാക്സിമസ്, നീ വന്നോ? മാക്സിമസ് കെയ്നും ബ്രോഡി വില്യംസും കെൽവിൻ വില്യംസും ഒക്കെ ഏതാണ്ട് സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്നവരാണ്. ആ കൂട്ടത്തിൽ ഉള്ളതാണ് കാറ്റി. കാറ്റി മാക്സിമസിന്റെ ഫിയാൻസി ആയിരുന്നു. ആ കാറ്റിയാണ് ബ്രോഡിയുടെയും അതുപോലെ കെൽവിന്റെയും പിതാവായ ലൂതർ വില്യംസ് അയാളുടെ ഗേൾഫ്രണ്ടാക്കി മാറ്റിയത്. അതിന്റെ പേരിലാണ് ലൂതർ വില്യംസുമായിട്ട് മാക്സിമസ് ഉടക്കുന്നതും ലൂതർ വില്യംസ് മാക്സിമസിനെ പരിക്കേൽപ്പിക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മാക്സിമസിന്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അന്തപ്പെട്ട് നിൽക്കുന്ന മാക്സിമസിനെ കണ്ടതും ബ്രോഡി മാക്സിമസിന്റെ പുറത്ത് ഒരൊറ്റ തട്ട്. എന്താടാ നോക്കി നിൽക്കുന്നത്? വഴിന്ന് മാറ്. ബ്രോഡി ചെറുതായിട്ടാണ് തട്ടിയെങ്കിലും മാക്സിമസ് താഴേക്ക് വീണു. താഴേക്ക് വീണ മാക്സിമസിനെ ഒരു ചവിട്ടൂടെ കൊടുക്കാനായി ബ്രോഡി കാലുയർത്തിയതും മാക്സിമസിനെ ഒരാള് പിടിച്ചങ്ങ് മാറ്റി. പിടിച്ചു മാറ്റിയ ആളെ ആ നിമിഷത്തിലാണ് ബ്രോഡി കാണുന്നത്. മാക്സിമസ് കെയ്നെ പിടിച്ചു ഉയർത്തുന്ന ആളെ കണ്ട ബ്രോഡി വില്യംസ് ശരിക്കും ഞെട്ടി. അവന് മറക്കാൻ കഴിയുന്ന മുഖമല്ലല്ലോ ഡസൻ റൈസിൻ്റെത്. ഡസനെ കണ്ട് മുഖമൊന്ന് വിളറിയെങ്കിലും പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന ബ്രോഡി ഡസനോട് പറഞ്ഞു, ഡസൻ ഇന്നുകൂടിയേ നീ ഉള്ളൂ. ബ്രോഡിയെ ഒന്ന് നോക്കിയിട്ട് ഡസൻ മാക്സിമസിനോട് പറഞ്ഞു, ഏയ് മാക്സിമസ് എണീക്ക്. മാക്സിമസിനെ പിടിച്ചെണീക്കുമ്പോ മാക്സിമസ് തല കുനിച്ച് നിൽക്കുകയാണ്. അവന്റെ മുന്നിൽ നിൽക്കുന്ന കാറ്റിയെയാണ് ഫേസ് ചെയ്യാൻ ഒരു മടി. അവൻ
കാറ്റിയുടെ എല്ലാമായിരുന്നതാണ്. ആ കാറ്റി അവനെ വിട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാറ്റിയാണ് ഇപ്പൊ അവന്റെ മുന്നിൽ നിൽക്കുന്നത്. കാറ്റിയെ ഫേസ് ചെയ്യാൻ മടിയോടുകൂടി തറയിൽ നോക്കുന്ന മാക്സിമസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഡസ്റ്റിൻ കൈ ഉയർത്തി ഒരു ഒറ്റയാടി. ശരിക്കും ഒരു വാണിംഗ് അടിയാണ് ഡസ്റ്റിൻ മാക്സിമസിന് കൊടുത്തത്. അടി കിട്ടിയപ്പോൾ മാക്സിമസ് തല ഉയർത്തി. അവനോടായി ഡസ്റ്റിൻ പറഞ്ഞു, നിന്നെ കണ്ടുമുട്ടിയില്ല എന്ന് ഞാനങ്ങ് വിചാരിക്കും. ഇത്ര ഭീരുവാകരുത്. നീ ഒരു ഫൈറ്റർ അല്ലേടാ. ഒരു ഫൈറ്റർ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ഫൈറ്റർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിന്നെ ചതിച്ച ആളെ നീ നേരിടണം. അതാണ് ആണത്തം. നീ ഒരു ഫൈറ്ററാണ്. നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിന്നെ ആർക്ക് തോൽപ്പിക്കാനാവില്ല. നിനക്ക് മാത്രമേ നിന്നെ തോൽപ്പിക്കാനാവൂ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ ഫീരൂനെ പോലെ ജീവിതകാലം മുഴുവൻ കഴിയുകയാണോ നിന്റെ ലക്ഷ്യം? ഡസ്റ്റിൻ മാക്സിമസിന്റെ ഷോൾഡറിന്ന് പിടിച്ച് കുലുക്കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് ഒരു ഊർജം മാക്സിമസിന്റെ ബോഡിയിലേക്ക് കടക്കുന്നത് ഡസ്റ്റിനും ഫീൽ ചെയ്തു. ഡസ്റ്റിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മാക്സിമസിന്റെ ഉള്ളിൽ നിന്ന് ഇന്റേണൽ എനർജി അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നു എന്നൊരു തോന്നൽ ഡസ്റ്റിന് ആ നിമിഷം തന്നെ മനസ്സിലാവുകയാണ്. ഡസ്റ്റിൻ ഈ കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ട്. പെട്ടെന്നായിരിക്കും ശരീരത്തിനുള്ളിൽ നിന്ന് ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നത്. ഇതാ മാക്സിമസ് കെയിൻ അവന്റെ മനസ്സിലെ തടസ്സങ്ങൾ മറികടക്കുകയാണ്. ഈ സമയത്താണ് ലൂതർ വില്യംസ് അങ്ങോട്ട് വന്നത്. ലൂതർ വില്യംസിനെ കണ്ടതും ബ്രോഡി ലൂതറോട് പറഞ്ഞു, അച്ഛാ ഇതാണ് ഡസ്റ്റിൻ. ഡസ്റ്റിൻ റൈസിനെ ആദ്യമായിട്ടാണ് ലൂതർ വില്യംസ് കാണുന്നത്. ഡസ്റ്റിനെ കണ്ടതും ലൂതർ ഡസ്റ്റിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഹോ, നീയാണല്ലേ ഡസ്റ്റിൻ, കൊള്ളാം, ഇന്നത്തോടുകൂടി നിന്റെ കാര്യം അവസാനിക്കും. അത് കേട്ടതും ഡസ്റ്റിൻ ലൂതറോട് പറഞ്ഞു, എടോ, തന്നെ പോലെ ഒരു നികൃഷ്ട ജീവിയോട് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. താനൊരു മനുഷ്യനാണോ? താനൊരു മൃഗമല്ലേ? മനുഷ്യന്റെ ഡ്രസ് ഇട്ടിരിക്കുന്ന വെറും ഒരു മൃഗം. മൃഗത്തോടൊക്കെ തന്നെ എങ്ങനെ കമ്പയർ ചെയ്യുക? താൻ വെറൊരു പുഴുവാണ്, പുഴു. അഴുകുന്ന സാധനങ്ങൾ പറ്റിപ്പിടിക്കുന്ന ആ പുഴുവിലെ ആ പുഴുവിനേക്കാൾ നികൃഷ്ടനാണ് താൻ. ഡസ്റ്റിൻ റൈസിന്റെ പെട്ടെന്നുള്ള ആ ഡയലോഗുകൾ ലൂതർ വില്യംസിനെയും ബ്രോഡിയും കെൽവിനെയും കാറ്റിയും മാത്രമല്ല മാക്സിമസിനെയും ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലൂതർ വില്യംസ് ശരിക്കും മിടുക്കനാണ്. അയാൾ ഒരു ഒന്നൊന്നര ഫൈറ്ററാണ്. അയാളെ നോക്കിക്കൊണ്ടാണ് സാക്ഷാൽ ഡസ്റ്റിൻ റൈസ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഡസ്റ്റിന്റെ വാക്കുകൾ കേട്ട് ലൂതർ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ലൂതറോടായി ഡസ്റ്റിൻ പറഞ്ഞു, താനെ തെണ്ടിത്തരമാ കാണിച്ചത്, താൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത്. തന്നെ ഒരു കാരണവശാലും മനുഷ്യരെ പരിഗണിക്കാൻ പറ്റില്ല. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ താൻ മാക്സിമസിനെ നേരിടണോ? തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ മാക്സിമസിനെ നേരിടൂ എന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ ലൂതർ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ ലൂതറും ബ്രോഡിയും കെൽവിനും ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അവരുടെ ആ പൊട്ടിച്ചിരി അവർക്കൊപ്പമുള്ള സംഘാംഗങ്ങളിലേക്ക് പടർന്നു. മാക്സിമസ് കെയിന്റെ കോറ് നശിപ്പിച്ചത് സാക്ഷാൽ ലൂതർ വില്യംസ് ആണ്. ഒരു ഫൈറ്റർ ആകാനുള്ള മാക്സിമസ് കെയിന്റെ എബിലിറ്റി നശിപ്പിക്കപ്പെട്ട കാര്യം ആ കൂട്ടത്തിലെ എല്ലാവർക്കും അറിയാം. ഒരു ഫൈറ്റർ പോലും അല്ലാത്ത മാക്സിമസ് കെയിൻ ലൂതർ വില്യംസിനെ വെല്ലുവിളിക്കാന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കാതെ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ട് ലൂതർ വില്യംസ് മാക്സിമസിനെ നോക്കിയിട്ട് മാക്സിമസിനോട് ചോദിച്ചു, ഇടാ, ഈ പറയുന്ന വല്ല വാസ്തവമാണോ? നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? അതെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. അതുവരെ ലൂതർ വില്യംസിനെ മാസ്റ്ററായി മാത്രമാണ് മാക്സിമസ് കണ്ടിരുന്നത്. ഇപ്പോ മാക്സിമസിന്റെ സംഭാഷണം മാറുകയാണ്. അതെ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോ ഇവിടെ വെച്ച് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം. എന്തായാലും ഡസ്റ്റിൻ റൈസും ചാറ്റം തണ്ടേഴ്സും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങാൻ അല്പം സമയമെടുക്കും. അതിനു മുമ്പ് ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് കാണികൾക്ക് എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആവും. അത് മനസ്സിലാക്കിയ ലൂതർ വില്യംസ് മാക്സിമസിനോട് പറഞ്ഞു, ഓക്കെ, റെഡി, ഞാനിതാ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂതർ വില്യംസ് മുകളിലേക്ക് നടക്കുകയാണ്. ലൂതർ വില്യംസ് മുകളിലേക്ക് പോകുമ്പോ അവരോടൊപ്പം ബ്രോഡിയും കെൽവിനും നടന്നു തുടങ്ങി. കാറ്റി മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ്, സോറി, എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അവൾ മാക്സിമസിന്റെ ഗേൾഫ്രണ്ടാണ്. മാക്സിമസിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കെ തന്നെ ലൂതറുമായി അടുപ്പമുണ്ടാക്കിയതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാറ്റി കടക്കുകയാണ്. കാറ്റി മാക്സിമസിനോട് പറഞ്ഞു, എനിക്ക് ഒരു സംരക്ഷണം വേണമായിരുന്നു. ഏറ്റവും ശക്തനായ ഒരാളുടെ സംരക്ഷണം തന്നെ വേണം. മാക്സിമസ്, നിന്റെ കോർ നശിപ്പിക്കപ്പെട്ടപ്പോൾ എനിക്ക് വേറെ മാർഗം ഉണ്ടായില്ല. അവൾ പറയുന്നതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവൾ മാക്സിമസ് കെയിന് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നപ്പോഴും വില്യംസുമായി അടുപ്പം ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കഥ ഇപ്പോ മാക്സിമസിന് അറിയാം. മാക്സിമസ് വില്യത്തിനെയും അവളെയും പിടികൂടുമ്പോ മാക്സിമസിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചുണ്ടായ ആ ഫൈറ്റിലാണ് വില്യംസ് മാക്സിമസിനെ അപകടപ്പെടുത്തിയത്.
ആ ചിത്രം മനസ്സിലേക്ക് വന്ന മാക്സിമസ് കാറ്റിയോട് പറഞ്ഞു, ശബ്ദിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമസ് ഡസ്റ്റിന് നേരെ തിരിഞ്ഞു. ഡസ്റ്റിനോടായി പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഡസ്റ്റിനോട് മാക്സിമസ് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ മാക്സിമസിന്റെ കൈ പിടിച്ച് തൊട്ട് സമീപത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. ഏയ് മാക്സിമസ്, നിന്നെ തെറ്റായി പഠിപ്പിച്ച 3 കാര്യങ്ങളുണ്ട്. അത് നിന്റെ ഇലൂസറി സോൾ ടെക്നിക്കിലെ 3, 9, 26 ആ കാര്യങ്ങൾ ഞാൻ നിന്നെ ശരിയായി പഠിപ്പിക്കാം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ കാര്യങ്ങളോടൊപ്പം അവയ്ക്ക് എതിരായിട്ടുള്ള മൂവ്മെന്റ്സും ഞാൻ പഠിപ്പിക്കാം. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് സമയം എടുക്കൂ. നീ അതൊന്ന് ശ്രദ്ധിച്ച് കാണാം. ഡസ്റ്റിൻ ഡയസ് അങ്ങനെ പറഞ്ഞതും മാക്സിമസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിനെ ഇലൂസറി ടെക്നിക്ക് അറിയോ? അതൊക്കെ കുറച്ച് അറിയാം. ഇലൂസറി സോൾ ടെക്നിക്ക് അറിയുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. വലിയ മാർഷൽ ആർട്ടിസ്റ്റുകൾ മാത്രം പഠിച്ചെടുക്കുന്ന ഒന്നാണ് ഇലൂസറി സോൾ ടെക്നിക്ക്. ഒരു ഇലൂഷൻ, ഒരു മായാജാലം തന്നെ വാളുകൾ വഴി ഉണ്ടാക്കുന്ന ആ ടെക്നിക്ക് ഒരു അസാധ്യ ടെക്നിക്കാണ്. അത് മാക്സിമസ് കെയ്ൻ പഠിച്ചെടുത്തതിനെ വളരെ പാടുപെട്ട് വർഷങ്ങൾ നീണ്ട അധ്വാനം കൊണ്ടാണ്. ആ ടെക്നിക്കാണ് ഇതാ ഡസ്റ്റിൻ ഡയസ് മാക്സിമസിന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത്. ഡസ്റ്റിൻ ഒരു ചെടി പൊഴുത് അതിന്റെ ഇലകൾ കളഞ്ഞതിന് ശേഷം അതിന്റെ കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാക്സിമസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഡസ്റ്റിൻ മാക്സിമസിനെ പഠിപ്പിക്കുന്നത് അല്പം ദൂരെ നിന്ന് ബ്രോഡിയും കെൽവിനും ഒക്കെ കണ്ടു. അവസാന നിമിഷം ഡസ്റ്റിൻ ചില ടെക്നിക്കുകൾ മാക്സിമസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അവർക്ക് മനസ്സിലായി. അത് കണ്ടപ്പോൾ അവരൊന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാക്ഷാൽ ലൂതർ വില്യംസിനെയാണ് മാക്സിമസ് കെയ്ൻ നേരിടാൻ പോകുന്നത്. ലൂതർ വില്യംസിനെ നേരിടാൻ വേണ്ടി അവസാന നിമിഷം പഠിച്ചാൽ എന്താ ഫലം? ചോദ്യം വ്യക്തമാണ്. അവരുടെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ഡസ്റ്റിൻ മാക്സിമസിന് ആ 3 ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. ആ 3 ടെക്നിക്കും വില്യംസ് എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതും വില്യംസ് പഠിപ്പിച്ച ടെക്നിക്കിൽ വിട്ടുപോയ ഭാഗം എന്താണെന്നും ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഫൈറ്റ് നടക്കുമ്പോൾ എങ്ങനെ തിരിച്ചടിക്കണമെന്നും ഡസ്റ്റിൻ നിമിഷ നേരം കൊണ്ട് മാക്സിമസിനെ ബോധ്യപ്പെടുത്തി. വെറും ഒരു 5 മിനിറ്റ് ഡസ്റ്റിൻ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി എടുത്തുള്ളൂ. മാക്സിമസ് കെയ്ൻ ഒരു അസാമാന്യ ബുദ്ധിശാലിയായ അതീവ മിടുക്കനായ ഒരു ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ മാക്സിമസിന് ഡസ്റ്റിൻ പറയുന്ന കാര്യങ്ങൾ നന്നായി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാക്സിമസിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡസ്റ്റിന് മാക്സിമസിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നന്നായിട്ട് അറിയാം. മാക്സിമസിന്റെ കോറ് കറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാക്സിമസ് പൂർണ്ണ ആരോഗ്യവാനായി കഴിഞ്ഞു. മാക്സിമസിന് പുതിയ ടെക്നിക്കുകൾ ഡസ്റ്റിൻ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. ഇതാ ആ സോഡ് ടെക്നിക്കിലെ വിട്ടുപോയ ഭാഗം കൂടി ഡസ്റ്റിൻ പഠിപ്പിച്ചു കഴിഞ്ഞതും ഡസ്റ്റിൻ മാക്സിമസിനോട് ചോദിച്ചു, മനസ്സിലായോ? ഏതാണ്ട് എന്നാണ് മാക്സിമസ് പറഞ്ഞത്. ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലായി എന്ന് തന്നെയാണ് മാക്സിമസ് പറഞ്ഞതിന്റെ അർത്ഥം. 100% മനസ്സിലായി എന്ന് മാക്സിമസിന് പറയാൻ പറ്റില്ല. ഡസ്റ്റിനും മാക്സിമസും കൂടി അങ്ങനെ സംസാരിക്കുന്നത് കണ്ട ലൂതർ വില്യംസ് ആ സ്റ്റേജിന്റെ മുകളിൽ നിന്നുകൊണ്ട് മാക്സിമസിനോടായി വിളിച്ചു പറഞ്ഞു, ഏയ് കയറുവാ, സമയം പോകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ലൂതർ വില്യംസ് ആ സ്റ്റേജിൽ കൂടെ അങ്ങനെ നടന്നതും ആളുകളൊക്കെ ആകാംക്ഷയോടെ മുകളിലേക്ക് നോക്കി തുടങ്ങി. മുകളിലുള്ള പ്ലാറ്റ്ഫോമിന്റെ 3 വശങ്ങളിലായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ ലൂതർ വില്യംസിനെയാണ്. ബൗൾഡർ ഹോണിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ലൂതർ വില്യംസ്. മിക്കവാറും ബൗൾഡർ ഹോണുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടേക്ക് ഉള്ളത്. ലൂതർ വില്യംസിനെ അങ്ങനെ കണ്ടപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൗതുകം. എല്ലാരും അത്ഭുതത്തോടെ അങ്ങനെ നോക്കുമ്പോ ലൂതർ വില്യംസ് പറഞ്ഞു, ഞാനേ നിങ്ങളെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വിചാരിക്കുകയാണ്. കേൾക്കേണ്ട താമസം ആളുകൾക്ക് കൈയടിച്ചു. അവർ കൈയടിക്കുമ്പോഴേക്കും മാക്സിമസ് കെയ്ൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ലൂതർ വില്യംസും മാക്സിമസ് കെയ്നും മുഖത്തോട് പോയി നിൽക്കുമ്പോ മാക്സിമസ് കെയ്നെ നോക്കി ലൂതർ വില്യംസ് പറഞ്ഞു, ഇടാ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ എതിരിടാൻ ഇവിടെ ഈ നിമിഷത്തിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയത്? എന്തായാലും നമ്മുടെ ഈ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് എങ്കിലും ആകണം. നീ കുറച്ച് ഫൈറ്റ് ചെയ്യണം. ഞാനൊന്ന് ലഘുവായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ലൂതർ വില്യംസ് തുടങ്ങിയത് സാക്ഷാൽ സോഡ് ടെക്നിക്കാണ്. അതെ, ഇലൂസറി സോഡ് ടെക്നിക്. മാക്സിമസ് കെയ്നെ വേഗം തീർക്കുന്നത് കാറ്റിയുടെ മുന്നിൽ വെച്ചാകണം. ആ ഒരു ചിന്ത ലൂതർ വില്യംസിനുണ്ട്. മാക്സിമസ് കെയ്ന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ അയാളുടെ ഗേൾഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ കാറ്റിക്ക് തന്നോടുള്ള ഇഷ്ടം കൂടണമെങ്കിൽ അത് വേണം. ആ തീരുമാനത്തോടു കൂടിയാണ് അയാൾ തുടക്കത്തിലെ ഇലൂസറി സോ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചത്. അയാൾ വാളെടുത്ത് ഫൈറ്റ് ആരംഭിച്ചതും മാക്സിമസും വാളെടുത്തു. ഒരു രസകരമായ ഫൈറ്റ് ആ പ്ലാറ്റ്ഫോമിൽ അരങ്ങേറുകയാണ്. ശരിക്കും രസകരം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും ഉപയോഗിച്ചിരിക്കുന്നത് ഇലൂസറി സോ ടെക്നിക്കാണ്. ഇലൂസറി സോ ടെക്നിക്ക് ആകുമ്പോൾ
നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ ആകെ കാണാൻ കഴിയുക കുറച്ച് വാളുകളാണ്. അവിടെ 2 വാളേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കാണുക ആയിരക്കണക്കിന് വാളുകളാണ്. ഓരോ വാളും കടന്നു പോകുമ്പോൾ അവിടെ ഒരു വാളിന്റെ ആഫ്റ്റർ ഇമേജ് അങ്ങനെ തന്നെ നിൽക്കും. ആ വാളാണോ ഈ വാളാണോ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് പറ്റാത്ത ഒരു നിമിഷമാണ്. വാളുകളുടെ ആ കൂട്ടുമുട്ടലിൽ പെട്ടെന്നാണ് ഇലൂസറി സോ ടെക്നിക്കിന്റെ 3ാം റൗണ്ട് എത്തിയത്. 3ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലൂതർ വില്യംസിന് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അയാളാണല്ലോ മാക്സിമസ് കെയിനെ പഠിപ്പിച്ചത്. മാക്സിമസ് കെയിൻ ആ 3ാം റൗണ്ടിൽ പരിക്കേറ്റ് താഴെ വീഴുമെന്നുള്ള കാര്യം 100% ഉറപ്പിച്ചുകൊണ്ട് അയാൾ മാക്സിമസ് കെയിന്റെ വയറ് ലക്ഷ്യമാക്കി ആ വാള് ഉപയോഗിച്ചതും അയാള് ഒന്ന് ഞെട്ടി. അയാൾ മാക്സിമസ് കെയിന്റെ വയറ്റിലേക്ക് ലക്ഷ്യമിട്ട ആ വാള് പിടിച്ചിരിക്കുന്ന കയ്യിൽ ഒരു മുറിവ് പറ്റിയിരിക്കുകയാണ്. അയാളുടെ ഷോൾഡർ കീറി മുറിഞ്ഞിരിക്കുന്നു. തികച്ചും അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാക്സിമസ് കെയിൻ വില്യംസിന്റെ ഷോൾഡർ വെട്ടിമുറിച്ചിരിക്കുകയാണ്. ഞെട്ടിപ്പോയ വില്യംസ് പെട്ടെന്ന് പുറകോട്ട് മാറി. അയാൾക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളെ വാള് പിടിച്ചിരിക്കുന്ന കയ്യില് ആമാണ് മുറിഞ്ഞിരിക്കുന്നത്. രക്തം അങ്ങനെ ഒഴുകിയിറങ്ങിയാണ്. ഇലൂസറി സോ ടെക്നിക്കിലെ 3ാമത്തെ റൗണ്ടിൽ അയാൾ പഠിപ്പിക്കാതെ വിട്ട കാര്യം ഇപ്പോ ഇത് മാക്സിമസ് കെയിൻ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന് മറുപടിയും അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ടെക്നിക്കിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും മാക്സിമസിന് അറിയാമെന്ന് സാരം. സ്വന്തം കപ്പാസിറ്റിയുടെ ഒരു 60% മാത്രമാണ് ലൂതർ വില്യംസ് ആദ്യത്തെ 3 സ്റ്റേജിലും ഉപയോഗിച്ചത്. മാക്സിമസ് കെയിന്റെ കോറ് നശിപ്പിച്ചത് അയാളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമസ് കെയിന് നന്നായി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അയാൾ സ്റ്റേജിലേക്ക് കയറിയത്. പക്ഷെ ആദ്യത്തെ 3 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു കാര്യം വ്യക്തമാണ്. മാക്സിമസ് കെയിന്റെ കോറ് റീബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അമ്പരപ്പോടെ അയാൾ മാക്സിമസിനോട് ചോദിച്ചു, എടാ നിന്റെ കോറ് ശരിയായില്ലേ? നിനക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അത് കേട്ടതും മാക്സിമസ് ലൂഥറോട് പറഞ്ഞു, സംസാരം പിന്നെ ആദ്യം ഫൈറ്റ്. ആ മറുപടി ശരിക്കും അർഹിക്കുന്നതാണെങ്കിലും ലൂഥറിനെ അതങ്ങ് ശരിക്കും ആവേശം കൊള്ളിച്ചു. അയാൾ നിന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. ചാടി ആകാശത്തിലേക്ക് ഉയർന്നതാണ്. ആകാശത്തിലേക്ക് ലൂഥർ ഉയർന്നപ്പോ മറുഭാഗത്ത് മാക്സിമസും ആകാശത്തേക്ക് വരികയാണ്. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കൃത്യമായി കേൾക്കുന്നുണ്ട്. എന്താണ് ആരാണെന്നൊന്നും ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഓരോ സ്റ്റേജിൽ കടന്നു പോവുകയാണ്. അത് ആ ഫൈറ്റ് ചെയ്യുന്നവർക്കേ അറിയാവൂ ഏത് സ്റ്റേജാണ് കടന്നു പോയിരിക്കുന്നതെന്ന്. ആളുകൾ കാണുന്നത് വാളുകളുടെ ഒരു കൂമ്പാരമാണ്. ഒരു വാൾ ഇവിടെ കാണും, ഒരു വാൾ ഇവിടെ കാണുന്നു, അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു, എല്ലായിടത്തും വാളാണ്. തീപ്പൊരികൾ ചിതറുന്നതും കാണാം. അതോടൊപ്പം ശബ്ദവും ഉണ്ടാകുന്നുണ്ട്. ഹൂങ്കാര ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാള് ചുഴറ്റുമ്പോഴുള്ള ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. പെട്ടെന്നാണ് 9ാമത്തെ റൗണ്ടിലോട്ട് ആ ഇലൂസറി സോ ടെക്നിക്ക് എത്തിയത്. 9ാമത്തെ റൗണ്ടിൽ മാക്സിമസ് കെയിന്റെ തല ലക്ഷ്യമിട്ടുകൊണ്ട് വില്യംസ് ഒരു വെട്ട് വെട്ടുമ്പോ അയാളൊന്ന് ഞെട്ടി. ഇപ്പോ അയാളുടെ വയറ്റിലോട്ട് മാക്സിമസ് കെയിന്റെ ആ വാള് കയറിയിരിക്കുകയാണ്. ശരിക്കും ഒരു 1-2 ഇഞ്ച് ഉള്ളിലേക്ക് ആ വാള് കയറി. യഥാർത്ഥത്തിൽ ആ നിമിഷത്തിൽ മാക്സിമസ് കെയിന്റെ തല പിളരേണ്ടതാണ്. ആ ശൈലിയിലാണ് ആ ടെക്നിക്ക് അയാൾ മാക്സിമസ് കെയിനെ പഠിപ്പിച്ചത്. പക്ഷെ ആ ടെക്നിക്കിനെ ഓവർകം ചെയ്ത മാക്സിമസ് കെയിൻ അതിന്റെ മറു ടെക്നിക്കിലൂടെ വാള് മുകളിലേക്ക് ഉയർത്തിയ ലൂതർ വില്യംസിന്റെ കൈ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ താഴെ വയറ്റിലോട്ട് ആ വാള് കയറ്റിയിരുന്നു. ശരിക്കും അമ്പരന്ന് പോയ ലൂതർ വില്യംസ് പെട്ടെന്ന് ഒരു കൈ കൊണ്ട് വയറ് പിടിച്ച് പുറകോട്ട് ചാടി. അയാൾക്ക് മാക്സിമസ് കെയിനെ വെട്ടാൻ പറ്റിയില്ല. ശരിക്കും ലൂതർ വില്യംസ് അമ്പരന്നിട്ടുണ്ട്. നേരത്തെ അയാളുടെ കയ്യിലാണ് വെട്ടിയിട്ടെങ്കിൽ ഇപ്പൊ ഇതാ അയാളുടെ വയറ്റിലേക്ക് വാള് കയറിയിരിക്കുകയാണ്. വയറ്റിൽ നിന്ന് രക്തം പുറത്തേക്ക് ചാടുന്നുണ്ട്. ശരിക്കും ഇന്റേണൽ എനർജി നന്നായി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഈ ലൂതർ വില്യംസ്. ലൂതർ വില്യംസ് ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആ രക്തം പുറത്തേക്ക് പോകുന്ന പ്രക്രിയ ഒന്ന് നിർത്തിച്ചു. ശരിക്കും ബോധപൂർവം ബോഡിയെ ഒന്ന് ശൃംഖരിപ്പിക്കുന്നതാണ്, ഒന്ന് വലിച്ചു മുറുക്കുന്നതാണ്. അവിടെ പെട്ടെന്ന് ആ വയറ് പെട്ടെന്ന് അടഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഷോൾഡറും അടഞ്ഞിട്ടുണ്ട്. ശരീരത്തിന്റെ മുഴുവൻ ഊർജത്തെയും അയാളെ 2 പോയിന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് ചുമന്ന ലൂഥർ വീണ്ടും ശക്തമായ ആക്രമണം ആരംഭിച്ചു. ഇപ്പോ ആളുകൾക്ക് ശരിക്കും ഒന്നും കണ്ടുകൂടെന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതിവേഗതയിൽ എന്തൊക്കെയോ ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കൂടി ചലിക്കുന്നുണ്ട്. മാക്സിമസ് കെയിനും ലൂതർ വില്യംസും ആ വാൾ ഫൈറ്റിന്റെ മാസ്മരികത ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. പെട്ടെന്ന് റൗണ്ടുകൾ ഒന്നൊന്നായി കടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 26ാമത്തെ റൗണ്ട് എത്തി. 26ാമത്തെ റൗണ്ടിൽ മാക്സിമസ് കെയിനെ ലൂതർ വില്യംസ് പഠിപ്പിച്ചിരിക്കുന്നത്
സ്വാഭാവികമായിട്ട് ലൂതർ വില്യംസിന് വിജയിക്കാൻ പറ്റുന്ന ശൈലിയിലാണ്. ആ വിജയം മാക്സിമസിന്റെ കഴുത്ത് കൊയ്യുന്ന ശൈലിയിലാണ്. പ്രതീക്ഷിച്ചതുപോലെ മാക്സിമസ് കെയിന്റെ കഴുത്തിലേക്ക് ലൂതർ വില്യംസിന്റെ വാൾ എത്തിയതും ലൂതർ വില്യംസ് ഒന്ന് ഞെട്ടി. അയാളുടെ കൈ നീളുന്നതിന് മുമ്പേ മാക്സിമസിന്റെ വാള് അയാളുടെ കഴുത്തിൽ കുത്തി നിൽക്കുകയാണ്. ഞെട്ടിപ്പോയ ലൂതർ വില്യംസ് പെട്ടെന്ന് വാള് തറയിലേക്ക് ഇട്ടു. അയാൾ ആ വാൾ അനക്കിയാൽ ആ നിമിഷം ലൂതർ വില്യംസിന്റെ കഴുത്ത് അറ്റുപോകുമെന്ന് ലൂതറിന് അറിയാം. അതിപ്രഗത്ഭനായ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അയാള് പെട്ടെന്ന് തറയിലേക്ക് മുട്ടുകുത്തി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഉറക്കെ ലൂതർ വില്യംസ് അങ്ങനെ പറഞ്ഞതും ആ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ആഫ്റ്റർ ഇമേജുകൾ ഒന്നൊന്നായി മാറിയപ്പോൾ ആളുകൾ കാണുന്നത് വാള് തറയിലിട്ട് മുട്ടുകുത്തി നിൽക്കുന്ന ലൂതർ വില്യംസിനെയാണ്. ലൂതർ വില്യംസിന്റെ കഴുത്തിലേക്ക് ആ വാളിന്റെ മുന ചേർത്ത് പിടിച്ചുകൊണ്ട് മാക്സിമസ് കെയിൻ നിൽക്കുന്ന ആ കാഴ്ച വിശ്വസിക്കാനാവാതെ ബ്രോഡി വില്യംസും കെൽവിനും കാറ്റിയും എന്ന് വേണ്ട ആ ചുറ്റും കാണുന്ന ബൗഡഹോണിന്റെ ആളുകളൊക്കെ അങ്ങനെ നോക്കുകയാണ്. ബൗഡഹോണിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ലൂതർ വില്യംസ്. അയാളെ അയാൾ തന്നെ പഠിപ്പിച്ച ശിഷ്യൻ തോൽപ്പിച്ചിരിക്കുന്നു, അതും ഈ ശൈലിയിൽ. അത് കേട്ടതും ഡസ്റ്റിൻ മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ് അയാളെ അവസാനിപ്പിച്ചേക്ക്. മാക്സിമസ് കെയിനെ ചതിച്ച ലൂതർ വില്യംസിനോട് ദയ അരുതെന്നാണ് ഡസ്റ്റിൻ പറയാതെ പറഞ്ഞത്. പക്ഷേ മാക്സിമസ് കെയിനെ അതങ്ങോട്ട് ചെയ്യാനൊരു മടി. അയാളെ ഒന്നുമില്ലെങ്കിൽ സോ ടെക്നിക്കിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് ഈ ലൂതർ വില്യംസ് ആണ്. ലൂതർ വില്യംസിനോട് ഒരു ഗുരുവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ആ നിമിഷത്തിലും മാക്സിമസിനുണ്ട്. മാക്സിമസിനെ ചതിച്ചത് അവന്റെ ഗുരുവാണെങ്കിലും ഗുരുവിനോട് മോശമായി പെരുമാറാൻ ഒരു മടി മാക്സിമസിനുണ്ട്. മാക്സിമസ് ലൂഥർ നോക്കിയിട്ട് ലൂഥറോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമസ് തിരിഞ്ഞു നടന്നതും ലൂഥർ തറയിൽ കിടന്ന വാളെടുത്തതും ഒരേ നിമിഷത്തിലാണ്. മാക്സിമസ് ആ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തേക്ക് നടക്കുകയാണ്. ആ നിമിഷത്തിൽ വാള് കയ്യിലെടുത്ത ലൂഥർ വാളുമായി ശരവേഗതയിൽ മുന്നോട്ട് കുതിച്ചു. അത് കണ്ടതും ഡസ്റ്റിൻ മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ് പുറകിൽ. മാക്സിമസ് ഡസ്റ്റിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ചാടി മാറി. പക്ഷെ ആ നിമിഷത്തിൽ അടുത്തെത്തിയ വില്യംസ് അയാളുടെ വാള് മാക്സിമസിന് വയറ്റിലേക്ക് കുത്തിയിരുന്നു. വയറിന്റെ വശത്തുകൂടി ആ വാള കയറി. പക്ഷേ മാക്സിമസ് വിദഗ്ധമായി ഒന്ന് മാറിയതുകൊണ്ട് വയറ് ഒന്ന് മുറിഞ്ഞതേ ഉള്ളൂ. അത് കണ്ടതും ലൂഥർ വില്യംസ് ആ വാള് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും തറയെ മുട്ടുകുത്തി. മാക്സിമസ് ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്. മാക്സിമസിനെ കൊല്ലാൻ നോക്കിയപ്പോ പറ്റാതെ വന്നപ്പോ വീണ്ടും ഇതാ കള്ളക്കരച്ചിലുമായി ലൂഥർ വില്യംസ് മാക്സിമസിന് മുന്നിൽ മുട്ടുകുത്തി. ദേഷ്യം കൊണ്ട് ചുവന്നു പോയ മാക്സിമസ് അയാളുടെ വാള് വലിച്ചുരി ലൂഥർ വില്യംസിന് നേരെ കുതിച്ചു. ലൂഥർ വില്യംസിന്റെ കഴുത്ത് ഒറ്റവെട്ട് തെറിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മാക്സിമസ് മുന്നോട്ട് കുതിച്ചത്. മാക്സിമസിന്റെ വാള് ലൂഥർ വില്യംസിന്റെ കഴുത്തിൽ എത്തുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് മാക്സിമസ് പുറകോട്ട് തെറിച്ചു. എന്താണ് സംഭവിച്ചെന്ന് മാക്സിമസിന് മനസ്സിലായില്ല. പുറകോട്ട് തെറിച്ചു വീണ മാക്സിമസ് ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ലൂഥർ വില്യംസിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു ആചാര ബാഹുവിനെയാണ്. ശരിക്കും ശക്തനായ ഒരു വ്യക്തി ആ തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. അയാളെ കണ്ടതും ആളുകൾ ആർത്തു വിളിക്കുകയാണ്, ഫനാറ്റിക് ബ്ലേഡ്, ഫനാറ്റിക് ബ്ലേഡ്. അതെ, സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് ആണ് എത്തിയിരിക്കുന്നത്. ടാറ്റം തണ്ടേഴ്സ് മാക്സിമസിനെ അദൃശ്യമായ കൈ ഉപയോഗിച്ച് ദൂരേക്ക് തള്ളിയതാണ്. ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റായ ഹോളി ഇമോർട്ടൽസിൽ അംഗമായ സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് ചുറ്റുമുള്ള എയറിനെ ആയുധമാക്കി ആ എയർ ഉപയോഗിച്ചാണ് മാക്സിമസിനെ തള്ളി ദൂരേക്ക് തെറിപ്പിച്ചത്. മാക്സിമസിന്റെ അടുത്തെത്താതെ തന്നെ ടാറ്റത്തിന് മാക്സിമസിനെ ദൂരേക്ക് തെറിപ്പിക്കാൻ പറ്റിയിരിക്കുകയാണ്. ദൂരേക്ക് തെറിച്ചു വീണ മാക്സിമസ് അവിടെ നിന്ന് എണീക്കുമ്പോൾ ടാറ്റം പെട്ടെന്ന് ചുറ്റുമുള്ള വായുവിനെ ഒന്ന് വലിച്ചെടുക്കുകയാണ്. ആ വായുവിനെ വലിച്ചെടുത്തിട്ട് അയാൾ ആ വായുവിനെ മാക്സിമസ് അതിശക്തമായി ഒന്ന് പ്രസ് ചെയ്യാണ്. ആ വായു ആ വേഗതയിൽ മാക്സിമസിന്റെ പുറത്തിടിച്ചാൽ മാക്സിമസ് കഷ്ണം കഷ്ണമായി പൊട്ടിച്ചിതറും. അത്ര പവർഫുൾ ആയിട്ടാണ് അയാൾ ചുറ്റുമുള്ള വായുവിനെ ഇങ്ങനെ വലിച്ചെടുത്തത്. അയാൾ ആ വായുവിനെ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി ചുറ്റുമുള്ള ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ ശ്വസന വായുവാണ് അയാൾ വലിച്ചെടുക്കുന്നത്. ഒരു വല്ലാത്ത പവർഫുൾ ആയ ആക്ടിവിറ്റി. മാക്സിമസ് കെയിന്റെ കാര്യം തീർന്നുവെന്ന് സകലർക്കും തോന്നിയ നിമിഷത്തിൽ പെട്ടെന്ന് മാക്സിമസ് കെയിന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ വെറുതെ കൈയിങ്ങനെ ആക്കിയതും അവിടേക്ക് വന്ന വായു പെട്ടെന്ന് അങ്ങ് ചിതറി. തികച്ചും അപ്രതീക്ഷിതമായിട്ട് തന്റെ ഷോട്ട് തടുത്ത ആ ചെറുപ്പക്കാരനെ കണ്ട ടാറ്റം അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഞാൻ ഡസ്റ്റിൻ റയസ്. നീ എന്നെ നേരിടാനാണ് എത്തിയിരിക്കുന്നത്.
ഞാൻ ഡസൻ റൈസ് എന്നുള്ള പദപ്രയോഗം കേട്ട് ആ സ്റ്റേജിന് താഴെ ഇരിക്കുകയായിരുന്ന റാൽഫിന്റെ ചെറുമകൾ അബയും ശരിക്കും ഞെട്ടി. അവർക്കൊപ്പം മല കയറി വന്ന ആ ചെറുപ്പക്കാരൻ സാക്ഷാൽ ഡസൻ റൈസ് ആണെന്ന് അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഡസന്റെ വാചകം കേട്ടതും ടാറ്റം ഒന്ന് ചിരിച്ചു. കൊള്ളാം, നീയാണല്ലേ ഡസൻ റൈസ്, ശരി, നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ടാറ്റം അത് പറഞ്ഞതും ഡസൻ ടാറ്റത്തോട് പറഞ്ഞു, ഏതാണ്ട് ഇതുപോലെയാണ് ആ ജോഷുവ പറഞ്ഞത്. ഇപ്പൊ അയാൾ ജീവിച്ചിരിപ്പില്ല. ശരിക്കും സിമ്പിളായ ഒരു വാചകമാണ് ഡസന്റേത്. ജോഷുവയും ടാറ്റത്തെ പോലെ വാചകമടിയിൽ മിടുക്കനായിരുന്നു. പക്ഷേ ഫലം ജോഷുവ മരിച്ചു എന്നുള്ളതാണ്. ടാറ്റത്തിന്റെ ഗതിയും വേറൊന്നാവില്ല. നീ കൊള്ളാലോ, കറക്റ്റ് സ്കോർ ചെയ്യാണല്ലോ. എടാ നിന്നോടൊന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വാ. ഡസൻ ഏതാണ്ട് ആ ശൈലിയിൽ സംസാരിക്കുന്നത്. അത് കേട്ടത് ടാറ്റ പിന്നെയും അന്ന് അസ്വസ്ഥനാവുകയാണ്. ടാറ്റത്തെ കൂടുതൽ അസ്വസ്ഥനാക്കിക്കൊണ്ട് ഡസൻ ടാറ്റത്തോട് പറഞ്ഞു, നീയും നിന്റെ ഈ ഗുരുവിനെ പോലെ ഒരു തെമ്മാടിയാണല്ലേ. നീയൊക്കെ എങ്ങനെയാ ഈ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ഭാഗമായത്? ഇത്ര മോശം ക്യാരക്ടേഴ്സിനെ എങ്ങനെയാ മാർഷൽ ആർട്ടിസ്റ്റിലാക്കാൻ അനുവദിക്കുന്നത്? നാണക്കേട്, വൃത്തികേട്, നന്ദിയില്ലാത്തവന്മാര്, നന്ദി കെട്ടവന്മാര്. ഫൈറ്ററാണ് ഒരു ഫൈറ്റർ. കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുകയാണ്. നിന്നെയൊക്കെ സത്യത്തിൽ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടേണ്ടതാണ്, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടതാണ്. ഡസന്റെ ആ വാചകങ്ങൾ ശരിക്കും ഒരു വല്ലാത്ത നമ്പരപ്പാണ് ആ ഓഡിയൻസിന് ഉണ്ടാക്കിയത്. ഡസൻ സംസാരിക്കുന്നത് ഹോളി ഇമോർട്ടൽസിലെ അമാനുഷ്യനായ സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സിനോടാണ്. ടാറ്റം തണ്ടേഴ്സിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് അവരാദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. സങ്കല്പിച്ചാൽ തന്നെ അവർ ഭയന്ന് വിറച്ചു പോകും. പക്ഷെ ഇപ്പൊ ഇതാ അവർ കാണുകയാണ്. ആ പുരുഷാരം മുഴുവൻ നോക്കി നിൽക്കേ ഡസൻ റൈസ് സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സിനെ അപമാനിക്കുകയാണ്. ദേഷ്യം കൊണ്ട് ഇപ്പോ ടാറ്റം തണ്ടേഴ്സിന്റെ കണ്ണുകൾ ചുമന്നതുപോലെയായി. അയാൾ കൈയൊന്ന് വിരിച്ചിട്ട് ഡസനോട് പറഞ്ഞു, നീ അവസാനിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ കുതിക്കുകയാണ്. ഒരൊറ്റ ഇടിക്ക് ഡസനെ തീർക്കാനുള്ള ദേഷ്യം ടാറ്റത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ മുന്നോട്ട് കുതിച്ച് അതിശക്തമായ ഒരു ഒറ്റ ഇടി. ഡസന്റെ തല ലക്ഷ്യമിട്ടുകൊണ്ടാണ് അയാൾ ഇടിച്ചത്. അയാൾ ഇടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാളുടെ കൈ ഡസന്റെ തലയ്ക്ക് നേരെ വന്നതും ഡസൻ തല ഒന്ന് ഒഴിച്ചു. ഡസന്റെ തലയിൽ തൊട്ടുള്ളത് ആ കൈയും കടന്നുപോയി. ശരിക്കും ആവേശത്തോടു കൂടി ആളുകൾ ആന്ന് വിളിക്കുമ്പോഴാണ് ആ കൈയും കടന്നു പോകുന്നത്. പെട്ടെന്ന് ആ ആരവം ഒന്ന് താഴേക്ക് വരികയാണ്. ഒരു ശ്വാസം ആളുകൾ വിട്ടതുപോലുള്ള ശബ്ദം. ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ അവിശ്വസനീയത നമ്മുടെ ടാറ്റത്തിനുമുണ്ട്. അയാളുടെ ആ പഞ്ചിനെ അങ്ങനെ അങ്ങ് ഒഴിയാൻ ഒരു മനുഷ്യനും പറ്റില്ലെന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിലാണ് അയാൾ ഡസനെ ഇടിച്ചത്. എന്തായാലും അമ്പരന്ന് പോയ ടാറ്റം ഡസനോട് പറഞ്ഞു, നീ കൊള്ളാലോ, ഒഴിയാനൊക്കെ അറിയാല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് കുതിച്ച അയാൾ ഡസന്റെ വയറ് ലക്ഷ്യമാക്കിക്കൊണ്ട് ശക്തമായി ഒന്ന് ചവിട്ടുകയാണ്. ശരിക്കും ഒരു ഡബിൾ കിക്ക് എന്ന് പറയാൻ കഴിയുന്ന പോലെ ആകാശത്തിലേക്ക് ചാടി കാലുയർത്തി പിന്നെ ഒന്ന് ഉയർത്തുകയാണ്. ആകാശത്ത് നിന്ന് രണ്ടാമത് കാലുയർത്തും എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ടാറ്റത്തിന് അതൊക്കെ പറ്റും. അയാൾ അതിൽ ഒരു മിടുക്കനാണ്. വല്ലാത്തൊരു വേഗതയിൽ ആകാശത്ത് ആ ഡബിൾ കിക്ക് അടിച്ച് അയാൾ ഡസന്റെ തൊട്ടു മുന്നിലെത്തി ഡസനെ വയറിലോട്ടൊരൊറ്റ ചവിട്ട്. വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തും പോലെ ഇവിടെ ഡസനെ ഒറ്റ ചവിട്ടിന് ആ പ്ലാറ്റ്ഫോമിൽ ചവിട്ടി താഴ്ത്താനുള്ള ദേഷ്യത്തോടു കൂടിയാണ് അയാൾ ചവിട്ടിയത്. അയാൾ ചവിട്ടുമ്പോൾ ഡസൻ അനങ്ങാതെ നിൽക്കുകയാണ്. അയാൾ ചവിട്ടി കഴിഞ്ഞപ്പോഴും ഡസൻ അവിടെയുണ്ട്. ഡസൻ നിന്ന സ്ഥലത്തുനിന്ന് ഡസൻ ഒന്ന് വളഞ്ഞു എന്ന് മാത്രം. ഡസന്റെ ഇടതുവശത്തുകൂടി അയാളുടെ ആ കാലങ്ങ് കടന്നുപോയി. ശരിക്കും ഒരു വല്ലാത്ത പൊസിഷനിലേക്ക് ടാറ്റും എത്തിപ്പോവുകയാണ്. അയാളുടെ കാല് ഒരു വല്ലാത്ത ശൈലിയിലാണ് പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്തത്. അയാൾ ഇപ്പൊ ഏതാണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഡസന് തൊട്ടടുത്താണ് അയാൾ. പെട്ടെന്ന് അയാൾ ഒന്ന് തിരിഞ്ഞു അവിശ്വസനോടെ ഡസനെ നോക്കി. ഈ കാഴ്ച ആ എൻ്റെ സദസ്സും കാണുന്നുണ്ട്. അബയോടായി റാൽഫ് പറഞ്ഞു, ഡസൻ ആള് മിടുക്കനാണ്, അയാൾ എന്ത് വിദഗ്ധമായിട്ട് ഒഴിയുന്നത്. ഗ്രാൻഡ് പാ അതിലെന്ത് മിടുക്കിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഏറ്റുമുട്ടുകയല്ലേ വേണ്ടത്, ഒഴിയാൻ ആർക്കും പറ്റും. ഒഴിയുന്നത് ഒരു ടെക്നിക്ക് അല്ല എന്നാണ് അബയുടെ അഭിപ്രായം. അതേ അഭിപ്രായം ആളുകളിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആളുകൾ അതല്ല കാണുന്നത്. അവർക്കറിയാം ടാറ്റത്തിന്റെ വേഗത, ടാറ്റത്തിന്റെ പഞ്ചുകളുടെയും കിക്കുകളുടെയും ശക്തിയും അവർക്കറിയാം. അതിനെ ഒഴിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലെന്നും അറിയാം. പക്ഷെ ഇവിടെ ഡസൻ റൈസ് ഒഴിഞ്ഞിരിക്കുകയാണ്. ഒഴിയാൻ അറിയാവുന്നവന് തിരിച്ചടിക്കാനും അറിയാം. അത് ഒരു ശാസ്ത്ര നിയമമാണ്. മൂന്നാമത്തെ തവണയും ഡസനെ ലക്ഷ്യമിട്ട് ടാറ്റം പഞ്ച് ചെയ്തെങ്കിലും
ഡസൻ ഒഴിഞ്ഞു. 3 തവണ ഡസൻ ഒഴിഞ്ഞതും ടാറ്റം ഡസനോട് പറഞ്ഞു, ഡസൻ നീ മിടുക്കനാണ്, ഞാൻ നിനക്കെതിരെ പോസ്റ്റർ ഓൺ ഫോഴ്സ് ഉപയോഗിക്കാൻ പോവുകയാണ്. പോസ്റ്റർ ഓൺ ഫോഴ്സ് എന്നുള്ളത് അയാളുടെ ഒരു സിഗ്നേച്ചർ ഉള്ള മൂവ്മെന്റ് ആണ്. അതൊരു പ്രത്യേക ശൈലിയുള്ള മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിൽ അയാൾ മാത്രമല്ല പങ്കാളിയാകുക, ചുറ്റുമുള്ള വായുവും പങ്കാളിയാവും. നമ്മൾ ശരിക്കും ഒരു മായിക പ്രപഞ്ചത്തിൽ എത്തിക്കുന്ന ഒരു ആക്ഷനാണ്. പോസിഡോൺ ടെക്നിക്കാണ് അയാൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടതും ഒരു ആരവം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുണ്ടായി. ആളുകൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ടെക്നിക്കാണ് ഇതാ ടാറ്റം ഉപയോഗിക്കാൻ പോകുന്നത്. ടാറ്റത്തിന് ഡസൻ റൈസിനെ നേരിടാൻ അത്ര ഒരു ടെക്നിക്ക് വേണ്ടി വരുമെന്ന് നേരത്തെ കരുതിയിരുന്നതല്ല. പക്ഷെ ഇപ്പോ സാഹചര്യം അയാളെ കൊണ്ട് അത് എടുക്കാൻ നിർബന്ധിക്കുകയാണ്. ഏതാനും സ്റ്റെപ്പുകൾ പുറകോട്ട് മാറിയ ടാറ്റം തണ്ടേഴ്സ് 1, 2, 3 എന്ന് എണ്ണുമ്പോഴേക്കും കാലുകൾ തറയിൽ ആഞ്ഞു ചവിട്ടി അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു. ഈ നിമിഷം അയാളുടെ ചുറ്റും ഒരു കാറ്റുണ്ടാവുകയാണ്. ആ കാറ്റ് ഇങ്ങനെ ഉണ്ടായി വരുമ്പോ ആ കാറ്റിനെ അയാൾ ഒരു പ്രത്യേക ശൈലിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ആകാശത്തേക്ക് ചാടി ഉയർന്ന അയാൾ അതിശക്തമായി ഡസനെതിരെ ആഞ്ഞിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ കാറ്റിലൂടെ ആകാശത്തൂടെ ഡസനെതിരെ പറക്കുകയാണ്. ഈ സമയത്ത് നമ്മൾക്ക് കാണാൻ കഴിയുക ഒരു കൈയല്ല, അനവധി കൈകളാണ്. അതാണ് പോസ്റ്ററോൺ ടെക്നിക്കിന്റെ പ്രത്യേകത. ഏതാണ് ഒറിജിനൽ കൈ എന്ന് എതിരാളിക്ക് മനസ്സിലാവില്ല. അതിശക്തമായി അനവധി കൈകൾ ഡസനെതിരെ പാഞ്ഞു വരികയാണ്. ആ മായിക പ്രപഞ്ചത്തിൽ ഡസൻ പെട്ടുപോകും. അങ്ങനെ ഒരു തോന്നൽ ഡസനെ അനുകൂലിക്കുന്ന ആളുകൾക്കും ഉണ്ട്. അമ്പരപ്പോടുകൂടി ആളുകൾ ആ കൈയിലേക്ക് അങ്ങനെ നോക്കുന്നതും ഡസന്റെ തൊട്ടു മുന്നിൽ ആ കൈകളെത്തി. അടുത്ത നിമിഷം നമ്മൾ കേൾക്കുന്നത് ഒരു ശബ്ദമാണ്, ഒരു അടിമുട്ടിയ ശബ്ദമാണ്. ആ ശബ്ദം ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സിമ്പിൾ കാര്യമാകും. ഡസൻ റൈസിന്റെ പുറത്ത് ആ പോസ്റ്റർ ഓൺ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടാറ്റം ഇടിച്ച ആ ശബ്ദം അതായിരിക്കും ആളുകൾ കേട്ടതെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആളുകൾ ആ സ്റ്റേജിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോൾ ഡസൻ റൈസ് നിന്ന സ്ഥലത്ത് തന്നെ ഡസൻ റൈസ് ഉണ്ട്. ഡസൻ അങ്ങനെ കൂളായി നിൽക്കുകയാണ്. ഡസൻ റൈസ് നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 15 അടിയോളം മാറി ഒരാൾ തറയിൽ അങ്ങനെ കിടക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിൽ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് ആണ്. അയാൾ നിശ്ചലനായി അങ്ങനെ കിടക്കുകയാണ്. ഡസൻ റൈസിന്റെ പുറത്തേക്ക് ആ മാസ്മരിക കൈയുമായി പാഞ്ഞെടുത്ത ടാറ്റം തണ്ടേഴ്സിന്റെ വലത് കവിള് നോക്കി ഡസൻ ഒന്ന് പൊട്ടിച്ചു. അവന്റെ സകല മാന്ത്രിക പരിപാടികളും ആ അടിയിൽ തെറിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്തരീക്ഷത്തിലൂടെ കറങ്ങി കറങ്ങി ടാറ്റം തണ്ടേഴ്സ് തെറിച്ച് താഴെ വീണ് സ്ഥലത്തങ്ങനെ കിടക്കുകയാണ്. അയാൾ അനങ്ങുന്നില്ല. ഇപ്പോ ആ ഭൂമി ശരിക്കും നിശ്ചലമായിരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യ ചരാചരങ്ങളും ജീവജാലങ്ങളും ചെടികളും വായുവും എന്ന് വേണ്ട സകലതും നിശ്ചലമായതുപോലെ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോ ആ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ്. പ്ലാറ്റ്ഫോമിൽ വീണ് കിടക്കുന്ന ടാറ്റം തണ്ടേഴ്സിലേക്കും അവിടെ കൂളായി നിൽക്കുന്ന ഡസൻ റൈസിലേക്കും അവിടെ കണ്ണുകൾ മാറി മാറി വരികയാണ്. റാൽഫ് അബയോട് പറഞ്ഞു, ഹേയ് അബേ, നീ അത് കണ്ട? അവൾ യഥാർത്ഥത്തിൽ കണ്ടു. അവൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ആരാധ്യ പുരുഷനായ സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് ആ ശൈലിയിൽ ദൂരേക്ക് തെറിച്ചു വീഴുമെന്ന് അവൾ എങ്ങനെയോ വിശ്വസിക്കുക? ലൂതർ വില്യംസും ബാൾഡിയും കെൽവിനും ഒക്കെ ഏതാണ്ട് ഗ്യാസ് പോയതുപോലെയാണ്. അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബൗൾഡർ ഹോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ടാറ്റം ഹണ്ടേഴ്സ്. ഹോളി ഇമോർട്ടലിലെ ആളാണ്. ഹോളി ഇമോർട്ടൽ അപൂർവങ്ങളിലെ അപൂർവങ്ങളായ ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ആ ലിസ്റ്റാണ്. അതിനകത്തുള്ള സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് ആണ്. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് പോലും അല്ലാത്ത ഡസൻ റൈസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് ദൂരെ വീണ് കിടക്കുന്നത്. കണ്ട കാര്യം വിശ്വസിക്കണമോ വേണ്ടയോ ആ ഒരു സംശയത്തിലാണ് ആളുകളൊക്കെ. അമ്പര നിൽക്കുന്ന ആൾക്കൂട്ടത്തോടായി ഡസൻ പറഞ്ഞു, ഇതെന്താ ഇത്, ഇത്ര വീക്കാണോ ബൗൾഡർ ഹോണിന്റെ ആളുകൾ? ബൗൾഡർ ഹോണിന്റെ ആളുകളാണ് ആയിരിക്കുന്നതിൽ ഒരുപാട് പേർ. ബൗൾഡർ ഹോണിന്റെ ചെറുപ്പക്കാരെ നോക്കി ഡസൻ അവരോട് ചോദിച്ചു, എന്താടേ നിങ്ങളുടെ കൂട്ടത്തിൽ മിടുക്കന്മാരൊന്നും ഇല്ലേ? ഇത്ര ദുർബലരാണോ ഒരു ഫൈറ്റിന് കൊണ്ടുവരുന്നത്? ടാറ്റം തണ്ടേഴ്സിനെയാണ് ദുർബലൻ എന്ന് പറഞ്ഞ് ഡസൻ റൈസ് കളിയാക്കുന്നത്. ഒരു മറുപടിയും അതിന് പറയാൻ പറ്റാതെ ലൂതർ വില്യംസും കെൽവിനും ബോൾഡിയൊക്കെ സ്റ്റേജിലേക്ക് അന്തവിട്ട് നോക്കുമ്പോ ടാറ്റം ഒന്ന് അനങ്ങി. ടാറ്റം അനങ്ങുന്ന കണ്ടപ്പോ ഡസന് ഒരു അതിശയം. സാധാരണഗതിയിൽ ഡസന്റെ ആ അടി കിട്ടുന്ന ഒരാള് എണീക്കാൻ അല്പം സമയം പിടിക്കും. പക്ഷേ ഇവിടെ ടാറ്റം വേഗം എണീറ്റ് ടാറ്റം ശരിക്കും അമ്പരപ്പോടെ ഡസനെ തന്നെ നോക്കുകയാണ്. അയാൾക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഡസന് അടുത്തുവരെ എത്തിയത് അയാൾക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. ഇപ്പൊ അയാൾ കിടക്കുന്നത് അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുന്ന സ്ഥലം ഡസനിൽ നിന്ന് ഏകദേശം 15 അടി മാറിയാണ്.
ഇത്രയും ദൂരത്തേക്ക് അയാൾ വന്ന കാര്യമാണ് അയാൾക്ക് ഓർമ്മയില്ലാത്തത്. എന്താണ് അയാൾക്ക് സംഭവിച്ചത് അയാൾക്ക് ഒരു പിടിയുമില്ല. ഡസൻ സത്യത്തിൽ തന്നെ അടിച്ചു തെറിപ്പിച്ചു. അത്ര ശക്തനാണോ അയാൾ? പലതരം ചോദ്യങ്ങൾ ടാറ്റത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ടാറ്റം പെട്ടെന്ന് തിരിഞ്ഞ് ലൂഥറോട് പറഞ്ഞു, എന്റെ വാളിങ്ങെടുക്ക്. അടുത്ത നിമിഷത്തിൽ ലൂഥർ വില്യംസിന്റെ ഓർഡർ അനുസരിച്ച് ആ വാള് അവിടേക്ക് വന്നു. ഒരു സോഡ് മജീഷ്യനാണ് യഥാർത്ഥത്തിൽ ഫനാറ്റിക് ബ്ലേഡ് എന്നറിയപ്പെടുന്ന ടാറ്റം തണ്ടേഴ്സ്. ടാറ്റം തണ്ടേഴ്സിന്റെ കയ്യിലേക്ക് ആ ബ്ലേഡ് വരുമ്പോ, ആ വാള് വരുമ്പോ അതൊരു കാഴ്ചയാണ്. ശരിക്കും ഭാരമുള്ളതാണ് ആ ബ്ലേഡ്. ആ ബ്ലേഡ് തറയിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തറയിൽ നിന്ന് ഇങ്ങനെ തീപ്പൊരികൾ ചിതറുകയാണ്. ആ ബ്ലേഡിന് ഒരു കഥയുണ്ട്. ആ ബ്ലേഡ് ഇങ്ങനെ വീശിയാൽ ആ വീശപ്പെടുന്ന ഭാഗത്ത് എന്തുണ്ടെങ്കിലും അത് അറ്റുപോകും. ഇരുമ്പാണെങ്കിലും ഉരുക്കാണെങ്കിലും. അത്ര പവർഫുൾ ആയിട്ടുള്ള, അത്ര ശക്തമായിട്ടുള്ള ആ ബ്ലേഡുമായിട്ടാണ് ടാറ്റം തണ്ടേഴ്സ് ഇതാ ഡസനുമായി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അയാൾ അയാളുടെ അവസാനത്തെ ആയുധം പുറത്തെടുത്തിരിക്കുകയാണ്. അത് കേട്ടതും വില്യംസ് അടുത്ത് നിൽക്കുന്ന ബ്രോഡിയോടും കെൽവിനോടായി പറഞ്ഞു, ടാറ്റം ആദ്യമേ വാളെടുത്താൽ മതിയായിരുന്നു. ടാറ്റം ആദ്യമേ അയാളുടെ ഫനാറ്റിക് ബ്ലേഡ് എടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു അപമാനം ഉണ്ടാകുമായിരുന്നില്ല. ഡസൻ റൈസിനെ ഒന്ന് നോക്കിയിട്ട് ടാറ്റം ഡസനോട് പറഞ്ഞു, നീ മിടുക്കനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷെ നീ ഭാഗ്യവാനുമാണ്. എന്റെ ഈ ഫനാറ്റിക് ബ്ലേഡ് സാധാരണ ആർക്കെതിരെയും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ഫനാറ്റിക് ബ്ലേഡിൽ കൊല്ലപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. എന്റെ ഫനാറ്റിക് ബ്ലേഡിന്റെ വെട്ടേറ്റാണ് നിന്റെ കഴുത്തറ്റതെന്ന് നിനക്ക് ഇനി എപ്പോഴും ഓർമ്മിക്കാം. അത് കേട്ടതും ഡസൻ അയാളോട് പറഞ്ഞു, ഡേ സംസാരിക്കാതെ വേഗം വാ. ഡേ എന്ന് വിളിച്ച് ഡസൻ അയാളുടെ സംഭാവന ചെയ്യൂ. ഏതാണ്ട് കൊച്ചു പിള്ളേരോട് സംസാരിക്കുന്ന പോലെയാണ് ഡസന്റെ സംഭാഷണം. ഡസൻ നിരായുധനാണ്. ഫനാറ്റിക് ബ്ലേഡുമായിട്ടാണ് സാക്ഷാൽ ടാറ്റം തണ്ടേഴ്സ് നിൽക്കുന്നത്. ടാറ്റം തണ്ടേഴ്സ് പെട്ടെന്ന് ആ വാളഞ്ഞെടുത്ത് ഒന്ന് ആകാശത്ത് ഇങ്ങനെ റാ പോലൊന്ന് വീശി. ഒരു റിവേഴ്സ്ഡ് റാ. ആ റിവേഴ്സ് റാ ഇങ്ങനെ അയാൾ വീശുമ്പോ അതിനനുസരിച്ച് ഒരു കാറ്റിങ്ങനെ മൂവ് ചെയ്യണം. ശരിക്കും ഒരു തോണി പോലെ കാറ്റിങ്ങനെ മൂവ് ചെയ്യുന്ന ഫീല് ആളുകൾക്ക് ഉണ്ടായി. അയാൾക്ക് ആ വാൾ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റും. ഒരു തീപ്പൊരി തന്നെ ചിതറിയാണ് അല്ലെങ്കിൽ വീശുമ്പോ ആകാശവും ആ കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണോ എന്ന് തോന്നും. അയാൾ ആ വാൾ അങ്ങനെ അങ്ങനെ വീശിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് കുതിച്ചു. അയാൾക്ക് ഡസന്റെ കഴുത്തിൽ നിന്ന് ആ തല വെട്ടി മാറ്റിയേ പറ്റൂ. അയാളുടെ ആ ഓട്ടം അതാണ് വിളിച്ചു പറയുന്നത്. അയാൾ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോ മാക്സിമസ് കെയിൻ അമ്പരപ്പോടുകൂടി ഡസനെ നോക്കിയാണ്. ഡസന്റെ കയ്യിലാണെങ്കിൽ ഒരു വാളുമില്ല. ഡസൻ തികച്ചും നിരായുധനാണ്. ഡസനെ രക്ഷിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അതിനെക്കുറിച്ച് മാക്സിമസ് ആലോചിക്കുമ്പോഴേക്കും സാക്ഷാൽ ഫനാറ്റിക് ബ്ലേഡുമായി ടാറ്റം തണ്ടേഴ്സ് ഡസന്റെ അടുത്തെത്തുകയും ചാടി ഉയരുകയും ആഞ്ഞു വെട്ടുകയും ചെയ്തു. അത്രയും ഭാഗം വളരെ കറക്റ്റാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ടാറ്റമും അവിടെയുള്ള മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ച രംഗമല്ല നമ്മൾ കണ്ടത്. ഡസന്റെ തലയ്ക്ക് നേരെ ചാടി ഉയർന്ന് കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടിയ ടാറ്റത്തിന്റെ വയറിലേക്ക് ഒന്ന് ചാടി ഉയർന്ന ഡസൻ ആഞ്ഞൊരൊറ്റ ചവിട്ട്. ഏതാണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ടാറ്റം ആ ചവിട്ടേറ്റ് ഡസൻ തലയ്ക്ക് മുകളിലൂടെ മറിഞ്ഞ് ആ പ്ലാറ്റ്ഫോമിന്റെ എൻഡിൽ പോയി തല കുത്തനങ്ങ് വീണു. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച അവിശ്വസനീയതയോടുകൂടിയാണ് ആളുകൾ മുഴുവൻ കണ്ടത്. അവർക്ക് വളരെ വ്യക്തമായ കാഴ്ച കാണാൻ കഴിഞ്ഞു. ഡസന്റെ അടുത്തേക്ക് ആകാശത്തിലൂടെ കുതിച്ചു വന്ന ടാറ്റം തണ്ടേഴ്സ് ഡസൻ ആഞ്ഞെന്ന് ചവിട്ടിയപ്പോൾ ഡസൻ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ആ പ്ലാറ്റ്ഫോമിന്റെ പുറകിലേക്ക് പോകുന്നതും അവിടെ തലയിടിച്ച് താഴേക്ക് വീഴുന്നതും. താഴേക്ക് വീണ അയാൾ ഏതാണ്ട് നിശ്ചലനായി കിടക്കുകയാണ്. ഡസൻ അയാളുടെ അടുത്തേക്ക് വന്നു. ഡസൻ അയാളുടെ അടുത്തേക്ക് വരുമ്പോ അയാൾക്ക് ഒരു കാര്യം അറിയാം, തന്റെ ലൈഫ് അവസാനിച്ചു. ഡസൻ അയാളുടെ ആഞ്ഞെന്ന് ചവിട്ടിയാൽ അയാൾ അവസാനിച്ചു എന്ന് അയാൾക്ക് അറിയാം. അയാളുടെ അടുത്തേക്ക് വന്ന ഡസൻ അയാളോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നീ പോയി നിന്നെ ഈ പരിപാടിക്ക് അയച്ച നിന്റെ ആ ഗിൽഡ് മാസ്റ്ററോട് ഒരു കാര്യം പറയണം. മേലാൽ നിന്റെ ടീം എന്റെ പുറകെ വരരുതെന്ന്. അങ്ങനെ ഇനി വന്നാൽ പിന്നെ നിന്റെ ആ ഡിവിഷൻ ഉണ്ടാവില്ല. ബൗണ്ടർ ഹോൺ എന്ന് പറയുന്ന ആ ടീമിൽ 8 ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒരു ഡിവിഷനെ പ്രതിനിധീകരിച്ചാണ് ടാറ്റം തണ്ടേഴ്സ് എത്തിയത്. ടാറ്റം തണ്ടേഴ്സ് വന്ന ആ ഗിൽഡ് ഇനി ഡസന്റെ പുറകെ ഇറങ്ങിയാൽ ഉണ്ടാകില്ല എന്നാണ് ഡസൻ അയാളോട് പറഞ്ഞത്. അത് കേട്ടതും അയാൾ എണീറ്റു. ഒരു പരുവത്തിൽ അയാൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾ ശരിക്കും ദേഷ്യത്തിലാണ്. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്കൊപ്പമുള്ള അനുയായികളുമായി ടാറ്റം തണ്ടേഴ്സ് വേഗം ആ പ്ലാറ്റ്ഫോം ഇട്ട് പോകുമ്പോൾ അതിവേഗതയിൽ അവിടെ നിന്ന് സ്ഥലം വിടാനുള്ള ഒരുക്കത്തിലാണ് ലൂഥർ വില്യംസ്. അത് കേട്ടതും ഡസൻ ലൂഥർ വില്യംസിനോട് പറഞ്ഞു, ഏയ് നില്ലവിടെ. ഡസൻ അങ്ങനെ പറഞ്ഞതും ലൂഥർ നിശ്ചലനായി. ലൂഥറിന്റെ അടുത്തേക്ക് വന്ന ഡസൻ ലൂഥറോട് പറഞ്ഞു, ഇനി നീ ഒരു തരത്തിലുള്ള അഭ്യാസവും പ്രാക്ടീസ് ചെയ്യണ്ട. നിനക്ക് സമ്മതമാണോ? ഡസൻ എന്താ പറയുന്നേ? ഞാൻ മാർഷൽ
അഭ്യാസങ്ങൾ ചെയ്യേണ്ടെന്നോ? അതെ, ഇനി നീ ഒരു അഭ്യാസവും എടുക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിന്റെ കൈ ഒന്ന് നീട്ടിയതാണ്. ഡസ്റ്റിന്റെ കൈ ഒന്ന് നീട്ടുമ്പോ ഡസ്റ്റിന്റെ ഷർട്ടിനകത്ത് നിന്ന് അതിവേഗതയിൽ ഒരു നീഡിൽ വില്യംസിന്റെ വയറിലേക്ക് തുളച്ചു കയറി. എന്താണ് സംഭവിച്ചതെന്ന് വില്യംസിന് ഒരു പിടിയില്ല. വില്യംസ് പെട്ടെന്ന് താഴേക്ക് വീണു. വില്യംസ് താഴേക്ക് വീഴുന്ന കണ്ടതും ഡസ്റ്റിൻ മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ്, ഇയാളുടെ കോറ് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇയാൾക്ക് മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ശക്തി അയക്കില്ല. ഇനി നിനക്ക് തീരുമാനിക്കാം ഇയാളെ എന്ത് ചെയ്യണമെന്ന്. അത് കേട്ട മാക്സിമസ് ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്ന മാക്സിമസ് ലൂതറിന്റെ മുന്നിലേക്ക് വന്നു. ലൂതറിന്റെ താടിയിൽ വാള് വെച്ചിട്ട് ആ താടി ഇങ്ങനെ ഉയർത്തി. നോക്ക്, ഞാൻ ഈ വാള് ഒന്ന് താഴ്ത്തിയാൽ നിങ്ങൾ ഇവിടെ അവസാനിക്കും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമസ് ഡസ്റ്റിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ആൾക്കൂട്ടം വല്ലാത്ത ആവേശത്തിലാണ്. മാക്സിമസ് കെയ്നെയും ഡസൻ റൈസിനെയും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട റാൽഫിന്റെ ചെറുമകൾ അബയൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡസ്റ്റിനെയും മാക്സിമസിനെയും കാണുന്നത്. അവർ ശരിക്കും കിടുങ്ങിപ്പോയിരിക്കുകയാണ്. അതിലേറെ വല്ലാത്തൊരു ആഹ്ലാദം റാൽഫിനുണ്ട്. റാൽഫിന് ഡസ്റ്റിനോട് കുറെ നേരം സംസാരിക്കാൻ പറ്റിയിരുന്നു. അതിൻ്റെതായ സന്തോഷം അയക്കൊണ്ട് അവരങ്ങനെ സന്തോഷിക്കുമ്പോൾ ഡസ്റ്റിനും മാക്സിമസ് കെയ്നും ആ മലയിറങ്ങി താഴോട്ട് വന്നു തുടങ്ങി. മലയിറങ്ങി നേരത്തെ താഴോട്ടെത്തിയ ചാറ്റം തണ്ടേഴ്സ് നേരെ എത്തിയത് സാക്ഷാൽ എഡ്വിന്റെ അടുത്താണ്. എഡ്വിൻ ഇരിക്കുന്ന മുറിയിലേക്ക് വന്ന ചാറ്റം തണ്ടേഴ്സ് എഡ്വിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ എഡ്വിൻ, എവിടെയാ മരുന്ന്? ചാറ്റം, ഏത് മരുന്ന്? നിങ്ങൾ മിസ്റ്റർ വാറ്റ്കിൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മരുന്നില്ലേ, കോറ് കേടായാൽ ശരിയാക്കാനുള്ള ആ മരുന്ന്? ചാറ്റം, ആ മരുന്ന് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. ജോഷുവ ഹമ്മർ കൊല്ലപ്പെട്ട വിവരം അറിയുന്ന നിമിഷത്തിൽ എഡ്വിന്റെ കയ്യിൽ ആ മരുന്ന് ഉണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞപ്പോ ആ മരുന്ന് അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണതും പൊട്ടിയതും സത്യവുമാണ്. എഡ്വിൻ അത് പറഞ്ഞപ്പോ ചാറ്റം എഡ്വിനോട് പറഞ്ഞു, എഡ്വിൻ, കളി എന്നോട് വേണ്ട. നീ എവിടെയാ മരുന്ന് വെച്ചേക്കണെന്ന് പറ. എഡ്വിനോട് ടാറ്റം അത് പറഞ്ഞതും എഡ്വിൻ ഒന്ന് ചിരിച്ചു. ടാറ്റം, നീ എങ്ങനെയാ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്? നിന്റെ കോറ് വരെ പോയിരിക്കല്ലേ. നിനക്കൊരു ഫൈറ്റർ ആകാൻ ഇനി പറ്റില്ലല്ലോ. എഡ്വിൻ, എന്റെ കോറ് പോയെന്ന് കരുതി നീ എന്നെ ചെറുതായി കാണണ്ട. ഞാൻ ഇപ്പോഴും കൈയൊന്ന് അമർത്തിയാൽ നീ തീർന്നു. അങ്ങനെ ടാറ്റം പറഞ്ഞതിന് ശേഷം ടാറ്റം എഡ്വിനെ ആക്രമിക്കാനായി മുന്നോട്ട് കുതിച്ചതും എഡ്വിൻ തോക്കെടുത്തതും ഒരേ നിമിഷത്തിലാണ്. കയ്യിലെ ഹാൻഡ് ഗൺ എഡ്വിൻ ടാറ്റത്തിന് നേരെ ഉയർത്തിയെന്ന് മാത്രമല്ല, ആ നിമിഷം തന്നെ എഡ്വിൻ ട്രിഗർ വലിക്കുകയും ചെയ്തു. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് എഡ്വിൻ ഫയർ ചെയ്തത്. വെടിയുണ്ട പോയിന്റ് ബ്ലാങ്കിൽ ടാറ്റത്തിന്റെ നെറ്റിയിലൂടെ കടന്നു. ടാറ്റം മുന്നോട്ട് വീണു. ടാറ്റത്തിനെ ആ മുറിയിലിട്ട് എഡ്വിൻ വെടിവെച്ച് കൊന്നപ്പോ അതിന് സാക്ഷിയായ സാക്ഷാൽ ലോസൺ ഫ്ലെച്ചർ അമ്പരപ്പോടെ എഡ്വിനോട് ചോദിച്ചു, മിസ്റ്റർ ഹമ്മർ, ഇതെന്താ? ഇത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ടാറ്റം ഇവിടെ വന്നതിന് വേറെ തെളിവൊന്നുമില്ലല്ലോ. മിസ്റ്റർ ഹമ്മർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. ഇത് ഡസ്റ്റിന് തലയിൽ വെക്കണം. ഡസ്റ്റിൻ റയസ് ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് ടാറ്റത്തിന്റെ കോറ് ചവിട്ടി ഓടിച്ചതാണ്. അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതായപ്പോ അയാളെ ആരോ കൊന്നു. അതുകൊണ്ട് തന്നെ ആ പഴി ഡസ്റ്റിൻ റൈസിന്റെ തലയിൽ വീഴുമെന്ന് ഹമ്മർ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഫ്ലെച്ചർക്ക് മനസ്സിലായി. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ വിവരം ക്ലെമൻ ലിങ്കൺ അറിഞ്ഞു. ക്ലെമൻ ലിങ്കന്റെ ഗിൽഡിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു ചാറ്റം തണ്ടേഴ്സും ജോഷുവ ഹമ്മറും. രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവരെ കൊന്നത് ഡസ്റ്റിൻ റയസ് ആണ്. ഡസ്റ്റിൻ റയസിനെ ഇല്ലാതാക്കണം. ആ തീരുമാനത്തിലേക്ക് അവരുടെ ഗുരുനാഥനായ ക്ലെമൻ ലിങ്കൺ ആ നിമിഷം തന്നെ എത്തി. ഡസ്റ്റിൻ റയസ് ഇനി വേണ്ട. അവിടെ ഈ ശൈലിയിൽ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ പീസ് മെഡിക്കൽ സെന്ററിൽ നടാഷ ഹാർമൺ എത്തി. അവൾ വലിയ സന്തോഷത്തിലാണ്. ഏകദേശം വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് നടാഷ പീസ് മെഡിക്കൽ സെന്ററിൽ വരുന്നത്. അവിടെ എത്തിയോടും തന്നെ അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് പോയാലോ? നടാഷ ശരിക്കും സന്തോഷത്തോടുകൂടി വിളിച്ചതും ഡസ്റ്റിൻ സമ്മതിച്ചു. ഡസ്റ്റിൻ നടാഷയോട് ചോദിക്കുകയും ചെയ്തു, നടാഷ, ആരാ പാർട്ടി വെച്ചിരിക്കുന്നത്? എവിടെയാണ്? അതൊക്കെ ഉണ്ട്, വാ. നടാഷ ഡസ്റ്റിനെയും കൂട്ടി ഒരു ഹോട്ടലിലെത്തി. ഡസ്റ്റിനും നടാഷയുമായി ആ ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ ചെറുപ്പക്കാരുണ്ട്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.